ഒരൊട്ടപ്പുറത്ത് ഭാര്യയും ഭർത്താവ് കൂടി ഇങ്ങനെ പോവാ. ഉം. അപ്പൊ നബിയോടെ പറഞ്ഞു ഓളോടെ നിന്നോട്ടേന്ന്. അപ്പൊ അപ്പോൾ അവിടെ നിർത്തണം. ആ അപ്പൊ അവളെ കൊടുക്കല് നബിക്ക് അയാൾക്ക് നിർബന്ധാണ്. അതിന് ആ, ആഗ്രഹിക്കാൻ പറ്റിയൊരു നബിയും ഒരു നിന്ന് ആഗ്രഹിക്കാനും ആൾക്കാർ കൊടുക്കാനും. ഹലോ, ഹായ് ഹായ് ഉമ്മു കുൽസു. ഹായ് എൻ്റെ ഈ ചാനലിലോട്ട് സ്വാഗതം. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മളടുത്ത് ഒരുപാട് വിശേഷങ്ങൾ ഉമ്മു കുൽസു പറയുന്നതായിരിക്കും. ഉമ്മു കുൽസുവിനെ പറ്റി ആൾക്കാർക്ക് അറിയാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഉമ്മു കുൽസു പറയൂ, ആരാണ് താങ്കൾ? എന്താണ് ഇവിടെ എന്താണ് ഇവിടെ കാര്യം? ഇങ്ങനൊക്കെ ചോദിച്ചാ എന്താ പറയും? ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. വീട്ടുപേര്, അഡ്രസ്സ്, നാട്, ഉയരം, വെയിറ്റ് ഒക്കെ പറഞ്ഞാൽ കൊള്ളാം. അതെ, ഒക്കെ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, എന്നാ എവിടെയാണ് വളർന്നത്? ബാല്യം എങ്ങനെയായിരുന്നു? ബാല്യം നാട്ടിൽ തന്നെയായിരുന്നു. ഉം, അത്യാവശ്യം നല്ല ഓർത്തഡോക്സ് ഫാമിലി തന്നെയായിരുന്നു. ഉം, ഉം, നല്ല ഇസ്ലാമിക് എല്ലാ ചിട്ടയോടും കൂടി തന്നെയാണ് വളർന്നത്. ഉം. നമ്മളും അത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഉം. അപ്പം ലൈക്ക് ഈ ഇതിലങ്ങനെ സുന്നി മുജാഹിദ് ജമാഅത്ത് അതിൽ ഏത് സെക്റ്റിൽ പെട്ടു? സുന്നിയായിരുന്നു ഈ കെ സുന്നി സുന്നിയായിരുന്നു. കൂട്ടത്തിലായിരുന്നു. ഉം. അപ്പൊ അത് കാരണം എന്തൊക്കെയായിരുന്നു? കൊണ്ട് ഉം, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉം, അങ്ങനെ വളർന്നു പോയി. ഉം, പിന്നെ ഒരു ഹയർ സെക്കൻഡറി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉം, സ്കൂളിൽ പോകുന്നത്. ഉം, അതുവരെ ഞാൻ എന്താ പറയാ തട്ടിടാനൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഉം, ചീത്ത വലിയ മടക്കം ചീത്ത കേട്ടിട്ടൊക്കെ ഇട്ടിരുന്നാണ് തട്ട്. ഉം, പക്ഷേ ഹയർ സെക്കൻഡറി ഒക്കെ ആയ സമയത്ത് പിന്നെ നമുക്ക് ഇഷ്ടായി. ഉം, നമ്മളതില് ആദ്യം ഒരു സ്റ്റൈല് പോലെയായിരുന്നു. അവിടെ ഉം. കുറെ NRI പിള്ളേരുണ്ടായിരുന്നു. ആ, അപ്പൊ അവര് ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്യുന്നൊക്കെ ഉം, അപ്പോഴാണ് നമ്മളെ നാട്ടും പുറത്തുനിന്ന് വ്യത്യാസമായിട്ട് ഉം, അങ്ങനെയാണ് ഹിജാബിലോട്ടൊക്കെ ആദ്യം വരുന്നത്. പിന്നെ അവിടുത്തെ ക്ലാസ്സുകൾ ഭയങ്കര ഇസ്ലാമിക ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെ മനസ്സിൽ തട്ടുന്ന പോലെയൊക്കെ ഉം. നമുക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്ന അവിടുന്ന്. ആ, മദർസയിൽ ഞാൻ എന്തൊക്കെയോ പഠിക്കും, ഉം, പക്ഷെ നമുക്കൊന്നും മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ തുളഞ്ഞു കയറാൻ മാത്രമുള്ള ഉം. ക്ലാസ്സുകളൊന്നും ആയിരുന്നില്ല. അതിന് പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പ്രത്യേക സ്കില്ലുണ്ട്. കുട്ടികളുടെ മനസ്സിൽ തുളഞ്ഞു ഉം, കയറാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാനുള്ള ഒരു അതെ സാധനം അതെ. ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ട്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഖുറാൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. സ്കൂള് കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നേ. ഉം, അപ്പോൾ സ്കൂള് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം ഉം, ഖുറാൻ ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ഉം, അതിൽ ഒരു ദിവസം പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് ക്ലാസ് എടുക്കും. ഉം, വേറൊരു ദിവസം എന്താ പറയാ നമ്മളിൽ തന്നെ നമ്മുടെ സീനിയേഴ്സ് ആരെങ്കിലും ഖുറാൻ ക്ലാസ് എടുക്കും. ഉം, അങ്ങനെയായിരുന്നു. അപ്പൊ അത് നമ്മൾ നല്ലതായിട്ട് കുറെ കാര്യങ്ങൾ, അതായത് പടച്ചോനെ നമ്മള് സുന്നി എന്നൊക്കെ പറഞ്ഞ വിഭാഗത്തിൽ നമുക്കറിയാലോ കുറെ ഉം, അനാചാരങ്ങൾ ഉണ്ടാവും. ഉം, നമുക്കങ്ങനെ പടച്ചോൻ എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെ ഇങ്ങനെ നെഞ്ചിലിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉം, ഒന്നും നമുക്കങ്ങനെ സുന്നി സ്ഥലത്ത് നിന്ന് കിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല. ഉം. ഇവിടെ ഭയങ്കര അതായത് എന്താ പറയാ നമ്മുടെ കിഡ്നി ടച്ചിങ്. ആ അതായത് എങ്ങനെ പറയും നമ്മളെ നാടിഞ്ഞരമ്പിന്, അതായത് ഞങ്ങള് സുന്നികളൊക്കെ കളിയാക്കി പറഞ്ഞു തുടങ്ങിയതാണ് അവര്. ഉം, അതായത് നമ്മള് ആ ജാറും ഈ ജാറം അങ്ങനെയൊക്കെ പറയുമല്ലോ. ഉം, അപ്പോ എന്തിനാണ് എന്തിനാണ് ഒരു ഇടനിലക്കാരൻ? ഉം, നമ്മുടെ നാടിഞ്ഞരമ്പിനേക്കാൾ കൂടുതൽ അടുത്തിരിക്കുന്ന റബ്ബിനോട് സംസാരിക്കാൻ ഉം, നമുക്ക് എന്തിനാണ് ഒരു ഇടനിലക്കാരൻ ഉം. എന്നൊക്കെ വരുന്നത്. അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇടനിലക്കാരന് ഇത് പറഞ്ഞപ്പോഴാണ് ഒരു സുന്നി ഉസ്താദിന്റെ മറുപടി ഞാൻ പണ്ട് കേട്ടിരുന്നു. ആ കാരണം മുജാഹിദും ജമാഅത്തും സുന്നികളെ കലക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടനിലക്കാരൻ എന്തിനാണ്, ഞാൻ അടിഞ്ഞരമ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തല്ലേ പഠിച്ചോണ്ടിരിക്കണം എന്നൊക്കെ പറയും. ആ അപ്പൊ ഒരു സുന്നി ഉസ്താദ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ട്രാൻസ്ഫോമറിന്ന് ഡയറക്റ്റ് വീട്ടിലോട്ട് കറണ്ട് വലിക്കില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു, നമ്മൾ KCBന്ന് ഡയറക്റ്റ് കറണ്ട് വീട്ടിലോട്ട് വലിക്കുമല്ലോ. നമ്മളൊരു പോസ്റ്റ് നടുക്ക് വെക്കൂലേ. അപ്പൊ അതെ. പോസ്റ്റ് നിന്നല്ലേ നമ്മൾ കറണ്ട് വലിക്കുന്ന, ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടല്ല. അതുപോലെ പടച്ചോൺ ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ ഔലിയാക്കളും ഒക്കെ ഈ മറ്റേ ഞാനതിന് പോസ്റ്റ് വേറെ കമ്പിയാണ്. ഉദാഹരണം സുന്യസ്തന്മാർ പറഞ്ഞിട്ടേക്കണത്, ഉം, നമുക്ക് വീട്ടില് കുട്ടികൾക്ക് ചിലപ്പോ ഉപ്പാനെ പേടിയുണ്ടാവും. ഉം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഉം, ഉമ്മാട് പറയും ആ, അല്ലെ. എന്നിട്ട് ഉമ്മാട് പറയുന്ന എന്താ, ഉപ്പാടൊന്ന് പറയുന്നാണ് പറയണുള്ളൂ ഉം, അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്നത്. ഉം, അപ്പൊ അതുപോലെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചെന്തെന്ന്, അങ്ങനെയാകുമ്പോ ആ കുട്ടിയും ആ ഉപ്പയും തമ്മിലുള്ള ബോണ്ട് എന്താ, ഉം. പോരല്ലോ. അതെ, അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പോഴും ഞാൻ ആദ്യം വരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ശീലിച്ചു വന്ന സംഭവത്തിനോടുള്ള എതിർപ്പിലാണ് തുടങ്ങുന്നത്. ഉം, മറ്റതിലോട്ട് മാറുകയാണ് നമ്മൾ ചെയ്യുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഉം, ആശയങ്ങളിലോട്ട്. അങ്ങനെ മതം ഭയങ്കര നമ്മുടെ വീട്ടിലെല്ലാവരും
എന്താ പറയാ എന്താ പറയാ മൗലൂദ് ഓതുന്നവരെ, ഉം, ദിക്റുകൾ അങ്ങനത്തെ ഉം, ആചാരങ്ങൾ ചെയ്യുന്നതിനോടൊക്കെ ഭയങ്കര എതിര്. ഉം, മൗലൂദ് കിതാബുകള്, മാലകള്, ഉം, തൗബ എന്നൊക്കെ പറഞ്ഞിട്ട് ഉം, ചെല്ലുന്ന നമ്മളൊക്കെ സുന്നി വീടുകളിൽ തൗബ എന്നിട്ടൊരു സാധനമുണ്ട്. ഉം. ഏഹ് അത് എന്ത് വൈകുന്നേരം സാധനം? ആകുമ്പോ വല്ല റമദാനൊക്കെ ആകുമ്പോ ഞങ്ങളുടെ തമ്പുരാനെ എല്ലാരും വിളിച്ചിരുത്തും. എന്നിട്ട് ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തമ്പുരാനെ ഉം, ഇങ്ങനെ പ്രാർത്ഥന. അപ്പൊ നമുക്ക് അതിനോടൊക്കെ പുച്ഛം. തൗബ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് തൗബ? തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലറിഞ്ഞ് നമ്മൾ ഉം, ഒറ്റക്ക് പറയണതാണ്. അപ്പൊ നമ്മുടെ റേഞ്ച് അങ്ങ് മാറുകയാണ്. ഉം, നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയ സാധനം. ഉം. കൂടിയ അത് വിഷം തലയിൽ കയറ്റി വെക്കാണല്ലേ? അതെ, ഉം. കൂടിയ സാധനമാവും. പക്ഷെ ഏതാണ് ഫണ്ണ്? ലൈക്ക് ജമാഅത്ത് ഇസ്ലാമി ഫോളോ ചെയ്യാനാണോ ഫൺ, അതോ സുന്നി സുന്നി ആശയം ഫോളോ ചെയ്യാനാണോ ഫൺ? ഒരു പെൺകുട്ടിന്ന് ആലോചിക്കുമ്പോ രണ്ടും സന്യാസം സെപ്റ്റിക് ടാങ്കും ആവുന്ന ചാണകം പോലെയാണ്. സത്യത്തില് എങ്ങനെ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന, ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നമൊന്നും മതത്തിനില്ലോ എന്ന് പറയുന്നവര്, ആ സംഭവം എന്താ വെച്ചാല് നമ്മളൊന്നും അത്ര കഷ്ടപ്പെടുത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല സുന്നിയില്. ഉം, സംഭവം കുറെ സ്ത്രീ വിരുദ്ധതൊക്കെ പറയും. ഉം, പക്ഷെ അത് നമ്മൾ വാദിക്കാണ്ട് നമ്മളൊരു വഴിക്ക് പോകല്ലേ. ഉസ്താമാര് ഉം, സ്റ്റേജിൽ പറയുമ്പോൾ മാത്രം കേൾക്കുന്ന ഒരു ഉം, സാധനമാണ്. നമ്മളൊന്നും ഇങ്ങനെ വീടുകളിലാണെങ്കിലും അത്ര പ്രശ്നമൊന്നുമില്ല. ഉം, ഒരു തട്ടണം, ഉം. അങ്ങനെയൊക്കെ പോയാൽ മതി. അത് നല്ലപോലെ നോമ്പ് ഒന്നും ഇടണ്ടല്ലോ. നോറ്റ്. മുടിയൊക്കെ ഉണ്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. സുന്നി ആ കുടുംബത്തിൽ ഇല്ല, ഞാൻ ഒരു ഷാൾ ശ്രദ്ധിച്ച് ഇട്ടാ മതി. കുഴപ്പമൊന്നുമില്ല. ഒരു ഷാൾ ഇട്ടാ മതി. ഉം, അതും തലയില് തട്ടം മൂപ്പിച്ച ആള് ഞാൻ തന്നെയാണ്. എന്റെ ഉം, വീട്ടിലും എന്നെ ഉം, എന്റെ വീട്ടുകാരെ മുഴുവനും ഹിജാബിലൊക്കെ എത്തിച്ച ആളാ ഞാൻ. ഉം. ഒരു എക്സ് ജിഹാദി ആണല്ലേ അപ്പൊ? വീട്ടിലും അങ്ങനെയൊന്നും ഉം, ഉണ്ടായിരുന്നില്ല. വീട്ടില് എന്താ പറയാ, നെഞ്ചത്ത് ഉണ്ടാവണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉം, അങ്ങനെ ഒരു സാധനമായിരുന്നു ഉം, ഉപ്പാക്ക്. തലയിലിട്ടില്ലെങ്കിലും നെഞ്ചിലൊരു തുണി വേണം. ഉം. അപ്പൊ കാരണം അവര് ഇങ്ങനെ അവിടേക്ക് ആയിരിക്കും എപ്പോഴും നോക്കുന്നത്. അപ്പൊ ആ ആ അവർക്കറിയാം ആ ആ. ബാക്കിയുള്ള ആണുങ്ങളോ ഇവിടേക്കാണ് അപ്പൊ നോക്കുന്നുള്ളത്. ഇവിടൊക്കെ ഒരു തുണി വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഉം, അതല്ലാതെ വേറെ നിർബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത് വേണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉം, പക്ഷെ മറ്റതിൽ അങ്ങനല്ല. ഉം, അതാ പറഞ്ഞ നമ്മൾ ചൂസ് ചെയ്യും. ഉം, നമുക്കത് മതി എന്നുള്ളത്. ഉം, കാരണം നമ്മൾ റബ്ബിനോട് ഏറ്റവും പിന്നെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യില്ല. ഉം, മനസ്സിലായില്ലേ? ഉം, എന്റെ റബ്ബിന് എന്താണ് ഇഷ്ടം, എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരാളായി മാറുക ഉം, എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഉം, എന്റെ ഫസ്റ്റ് ഒരു എക്സ് മുസ്ലിമിനെ കാണുന്നത് എന്റെ കസിൻ ബ്രദറാണ് ഉം, ശരിക്കും. ഞങ്ങളൊരു 5 വയസ്സിന് മൂപ്പ്. ഉം, അപ്പൊ അവന് വീട്ടിലെല്ലാവരും പറയും അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതിന് ശേഷമാണ് മതം ഉം, വിട്ടത് എന്നൊരു കൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്താ, കമ്മ്യൂണിസ്റ്റ് അതിലുണ്ടല്ലോ അവർക്ക് മതമില്ലല്ലോ, ഉം, കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു ഇത് പറയണ്ടല്ലോ. ഉം, അപ്പൊ അവൻ അവരെ ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് വായിച്ചിട്ട് ആണ് മതത്തിനോട് എതിർപ്പായെന്നുള്ളതില് ഉം, ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഉപദേശിക്കാൻ തുടങ്ങി. ഉം, ഞാൻ പറഞ്ഞു, എന്താണ് ഇക്ക ഇങ്ങനെ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റണത്? ഉം, അപ്പൊ പറഞ്ഞ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഈ എന്താ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എന്താ ഈ ഒന്ന് കാര്യം പറയും. ഉം. അപ്പൊ നമ്മള് ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഖുറാനിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നമ്മൾ സാധാ ടിപ്പിക്കൽ സാധനം. അതെ. മുട്ട് പൊരിക്കുന്നുണ്ട്, ചന്ദ്രനെ പിളർത്തുന്നുണ്ട്, മസാല അടിക്കുന്നുണ്ട്, പൊരിക്കുന്നുണ്ട്. ഉം, ഒരുപാട് ഖുറാനില് അത്ഭുതങ്ങളുള്ള ഒരു പുസ്തകമാണത്. എന്നിട്ട് അല്ല, ഖുറാനിൽ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്. അതെ. ഒന്നില്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാന്ന് പോലും കണ്ടുപിടിക്കാതിരുന്ന ഒരു കാലത്ത് ഉം, ഏഹ് ഏഹ് ഭൂമി അതിന്റെ ഭ്രമണ മണ്ഡലത്തിൽ നീന്തി തുടിക്കുന്നു എന്നൊക്കെ ഖുറാനിലില്ലേ. ഉം, അപ്പൊ മറ്റാളൊന്നും മിണ്ടിയില്ല. ഉം, ഒന്നും മിണ്ടില്ല കേട്ടാ. ഉം, കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോൺ വരുന്നേ. ഉം, ലാൻഡ് ഫോണിലാണ്. ഉം. എന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച്, അല്ല ഈ ഭൂമി ഉരുണ്ടതാന്ന് എന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ അത് അത് സജ്ജേട്ടനെ അറിയില്ലേ? ആ, ഞങ്ങൾ അപ്പൊ സജ്ജന്റെ ആളാ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആ പാടില്ല. അപ്പൊ നോക്കുമ്പോ എന്നാ അത് ബി സി ആണ്. ഉം, മുഹമ്മദ് നബിക്കൊക്കെ ശേഷം ബി സി എന്ന് പറയുമ്പോ ക്രൈസ്റ്റിന് മുന്നേ ഉം, കണ്ടുപിടിച്ചിട്ടില്ലേ. ആ അപ്പൊ അതെ, അപ്പൊ ഒരു സംശയം, അതെ. ഉം, അതങ്ങനെ കേട്ട് വിട്ട്. ഉം, ഉം, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ ഈ മതത്തിൽ കൂടുതലായതിനു ശേഷം ഭയങ്കര കൂടുതലാണ്. ഈവൻ വീട്ടിലൊക്കെ ആരെങ്കിലും ഉം, ബാങ്ക് കൊടുക്കുമ്പോ സംസാരിച്ച് കേട്ടാൽ തന്നെ ഉം, ഞാൻ ബഹളം വെക്കും. ബാങ്ക് കൊടുക്കുമ്പോ സൗണ്ട് ഉണ്ടാക്കുക നായ്ക്കളാണല്ലോ ഉം. നാട്ടില്. അവർക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടായിരിക്കും. ആ, ബാങ്ക് കൊടുക്കുമ്പോ സൗണ്ട് ഉണ്ടാക്കുന്ന നായ്ക്കളാണ് ഉം, എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലൊക്കെ ഷൗട്ട് ചെയ്തിട്ടുണ്ട്. ഉം. ഉം. അങ്ങനെയൊക്കെ ഒച്ചയും ഒരുപാട് പേരെ ബഹളം. വെറുപ്പിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതല്ലേ? ആ അങ്ങനെ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കും. ഉം. പിന്നെ ഈ പറഞ്ഞ പോലെ ഉസ്താക്കന്മാരെ പാട്ടൊന്നും കേൾക്കില്ല. ആ. പാട്ട് കേൾക്കെല്ലാം നിർത്തി. ഉം.
ഉസ്താദുമാരുടെ വയല് ഉം. ഉസ്താദുമാരുടെ വയല് പറഞ്ഞ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വെക്കുന്ന സാധനം എന്താ വെച്ചാൽ ഉസ്താദുമാരുടെ വയലാണ്. ഉം. അത് കേക്കും, അതിന്റെ കൂടെ കരയും, അതിന്റെ കൂടെ പ്രാർത്ഥിക്കും. ഓ. രാത്രികളിലെ ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ ലൈവ് ദുആ മജ്ലിസുകൾ ഉണ്ടാവും. ഓഫ്. ഇതൊരു കൂടിയനാണല്ലോ, ഈശ്വര മൂർഖം പാപ്പയാണല്ലോ ചവിട്ടിയത്. ലൈവ് ദുആ മജ്ലിസുകൾ ഉണ്ടാവും. അതിന്റെ കൂടെ ഇരുന്ന് കരയുക, അതന്നെ. ഓ, എന്താണിത്, നമ്മള് ഒരു ട്രോമാക്കോൺ എന്നൊക്കെ പറയും. അല്ല, അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നല്ലോ അഡോളസെന്റ് ഏജിൽ കിട്ടിക്കഴിഞ്ഞത്. അപ്പൊ പിന്നെ അതെ, ഇവർക്ക് ഈ മജ്ലിസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഏത് ഉസ്താദിന്റെ മജ്ലിസാണ് കേൾക്കുക? അത് കഴിഞ്ഞോടുകൂടി പിന്നെ പോയി. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. ഉം. പക്ഷെ നമുക്കുള്ളിൽ ആ സംഭവം ഉറച്ചു. ഉം. അതായത് റൂട്ട് ഉറച്ചു. പിന്നെ നമുക്കറിയാലോ ഉം. ചെയ്യേണ്ടാത്തത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ജാറം സ്ഥലത്തേക്ക് പോവില്ല, അല്ലെങ്കിൽ ഉം. മൗലൂദുകൾ പോവില്ല, ഉം. അത്രയൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ ഉം. അള്ളാഹിനെ കുറിച്ച് റസൂലിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോ നെഞ്ചു പിടക്കാൻ, അത് ഉഫ്. പുസ്തകന്മാരെ പാട്ടിന് അതിനുള്ള കഴിവുണ്ടായിരുന്നല്ലോ, ഉം. പ്രത്യേകിച്ച് ഇമോഷണൽ ആൾക്കാർക്ക്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ഉസ്താദുമാർക്ക് എങ്ങനെയാണ് ആ കറക്റ്റ് സമയം വരുമ്പോ കരയുന്നത്. കാരണം ഞാനൊരു സമയത്ത് ഒരു ദിവസം ആ, പ്രസംഗത്തിന് പോയിരുന്നു ഉസ്താദിന്റെ. അപ്പൊ ഉം, ഉസ്താദ് ഈ അടിമ സ്ത്രീകളും സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ തുടുത്ത മാറുടെ കാലിച്ച് മുപ്പര് കരയാണ്. ഞങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട്, സദസ്സിലിരുന്നിട്ട് നമുക്കൊക്കെ തൊലിയുരിഞ്ഞു പോവാം. മൂപ്പര് ഉം. കരച്ചിൽ, നിങ്ങളും ഉമ്മാന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരും പച്ചത്തുരാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ കരച്ചിലോട് കരച്ചിൽ. ഞാനും എൻ്റെ അനിയന്റെ മുഖത്തും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിന്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചൂളി പോവാ. സോ എങ്ങനെയാണ് ഉമ്മു കുൽസുവിന് ഇത് കേട്ട് കരയാൻ തോന്നിയത്? അതാ പറഞ്ഞേ, നമ്മുടെ മനസ്സിനനുസരിച്ചാണല്ലോ നമുക്ക് തോന്നുക. ഇപ്പൊ ഉം. ഇത് വേറൊരാൾക്ക്, ഇപ്പൊ ഞാൻ കരയണ പോലെ എല്ലാവർക്കും തോന്നില്ല. പിന്നെ വ- കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ എന്നെ അവിടെ ഉള്ളവരൊന്നും ഇങ്ങനെയൊന്നല്ല. ഉം. അവർക്കൊക്കെ സംശയം ഇത് ഒറിജിനൽ ആണോ, കാരണം ഇത് അവരൊക്കെ ഒരു സാധാരണ ലെവലിൽ പോവാണല്ലോ. ഉം. ഞാനെന്ന് പറഞ്ഞ കൂടിയ സാധനമാണ്. ഉം. കുടീനം. ഉം. അവിടെയൊക്കെ ചെന്നിട്ട് വെക്കുമ്പോ ഞാൻ ഈ സാധനം വെക്കുക. ഉം. അപ്പൊ അവർക്ക് തന്നെ ഏഹ്, റമദാനൊക്കെ ആകുമ്പോ എവിടെങ്കിലൊക്കെ നമ്മള് നോമ്പറക്കാനൊക്കെ പോവില്ലേ, ഉം. നോമ്പറക്കാനൊക്കെ പോയാല് ഉം. നമ്മളവിടെ ഇരുന്നിട്ട് നോമ്പറക്കൽ കഴിഞ്ഞിട്ട് മരുമ്പ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഒരു സംഭവം ഉണ്ടല്ലോ. ഉം. ഞാൻ വർത്താനൊന്നും പറയില്ല. ഞാൻ പോകുമ്പോഴേ എന്റെ വീട്ടിൽ നിന്ന് ഖുറാനും കൊണ്ടിരിക്കും പോയിട്ടുണ്ടാവുക. ഊഫ്. ഒയ്യ് എന്റെ എന്നിട്ട് മോനെ, നോമ്പൊക്കെ എന്ത് കഴിഞ്ഞിട്ട് മനുഷ്യനോട് വേർപ്പിക്കലാണ് നിങ്ങള്. വർത്താനം പറയുന്നുണ്ട്. ഒരു മനുഷ്യനോട് വർത്താനം പറയുന്നുണ്ട്. ഞാനൊരു ഭാഗത്ത് നിന്നിട്ട് ഖുറാൻ ഓതുന്നുണ്ടാവും. ഉം. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പലരും പറഞ്ഞിട്ട് ഇത് ഭയങ്കര പ്രഹസനാണല്ലോ. ഉം. പട്ടിഷോ. അപ്പൊ എയർപ്ലെയിനിലൊക്കെ എടുത്ത് മൊത്തത്തില് നിസ്കരിച്ചിട്ടുണ്ട്? എയർപ്ലെയിനിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ആ നിസ്കാരപ്പെട്ട് ഉണ്ട് 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 നിസ്കരിച്ചിട്ടുണ്ടാവല്ലോ. ഉണ്ട്. ആ ഉണ്ട്. ഫ്ലൈറ്റിലെല്ലാം, ട്രെയിനിലൊന്നും ഞാൻ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ഉം. ഫ്ലൈറ്റിൽ പിന്നെ പോകുമ്പോ നമുക്ക് ജമ്മു കസറൊക്കെ ആക്കാലോ. ആ. ആ, പിന്നെ അതൊക്കെ പറ്റാതിരിക്കുന്ന ചില സമയത്തൊക്കെ കാറിലൊക്കെ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് തമിഴ്നാട്ടിൽ എവിടേക്കോ പോവായിരുന്നു. അപ്പൊ സുബീന്റെ നേരെയായി. ഉം. ഞാൻ ആ NH വണ്ടി നിർത്തിച്ച്, എല്ലാരും ഉണ്ട്, ഞാൻ അയ്യോ. അതിന്റെ സൈഡിൽ വണ്ടിക്ക് പോവാണ്. തമിഴ്നാട് വലിയ NH, അയ്യോ. അതിന്റെ സൈഡിലൊക്കെ നിസ്കരിച്ച്. അപ്പൊ പലരും പറയണേ, ഞാൻ അന്നാ നോമ്പറക്കലിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തപ്പോ അവര് പറഞ്ഞു, ഇത് കുറച്ച് പ്രഹസനാണല്ലോ. അവർക്ക് അപ്പൊ തന്നെ തോന്നില്ലേ? ആ ആ അപ്പൊ അവര് കൂടെ ഉള്ളവരെ പോയി നമ്മളെ വീട്ടിലത്തെ അനിയത്തിയൊക്കെ പറഞ്ഞേ, ഇത് പ്രഹസനല്ല, അത് മുതൽ അങ്ങനെയാണ്. ഉഫ്. ചില ആൾക്കാരെ മനസ്സിലിരുത് നൈസായിട്ട് അങ്ങോട്ട് കയറി പറ്റില്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിന് ഇത്രയും കടുത്തൊരു വിശ്വാസിനായിട്ട് ഈ വിശ്വാസത്തെ കുറിച്ച് ചോദ്യം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഫസ്റ്റ് ഇൻസിഡന്റോ, അങ്ങനെ അങ്ങനെ ഫസ്റ്റ് എന്ന് വെച്ചാലേ, സീരീസ് ഓഫ് ഇൻസിഡൻസ് നമ്മളെ എന്തായിരുന്നു? സംബന്ധിച്ച് ഉം. നമ്മളെ സംബന്ധിച്ച് ഇത് ഫുള്ള് ശരിയാണ്. ആ. അതിലൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഉം. അതായത് ആ, ഒരു റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രക്ക് മാത്രം സ്നേഹമായിരുന്നു. ഉം. അത് എനിക്കിങ്ങനെ സ്നേഹിക്കണമല്ലോ എന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടിയിട്ടൊന്നും ഞാൻ സ്നേഹിച്ചതൊന്നും ആയിരുന്നില്ല. ഉം. എനിക്ക്, നമ്മൾ പറയില്ലേ, നമുക്ക് നമ്മുടെ എല്ലാത്തിനേക്കാൾ ഉം. ഉമ്മയെക്കാളും അപ്പയേക്കാൾ നമ്മളെക്കാൾ കൂടുതൽ ഉം. റസൂലിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെയാണ് സ്നേഹിച്ചത്. ഉം. അപ്പോ നമ്മൾ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ പല ദിവസങ്ങളിലും നബിനെ സ്വപ്നം കാണാന്, ഉം. നബിനെ സ്വപ്നം കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, ഉം. ഇതിന് മാത്രം സ്വലാത്തുകൾ, ഇങ്ങനെ ഓരോ ബുക്കുകൾ ഉണ്ടാവും. ഉം. അതിലൊക്കെ നോക്കിയാൽ നോക്കുന്ന പല ദുആകള്, ദിക്റുകള്, ഉം. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓതി 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 മുസല്ലൊക്കെ ഇട്ട് കൊടുത്ത് ഇരുന്ന് ഓതി 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 കരഞ്ഞ് കരഞ്ഞ് ചിലപ്പോൾ ഉറങ്ങും, ഉം. ചിലപ്പോൾ മിക്കൊന്നും കാണില്ല. അങ്ങനെ ഒരു പ്രാവശ്യം കണ്ട് ഞാൻ കണ്ടും ചെയ്ത്. ഏഹ്. ഉം. അപ്പൊ എന്തായിരുന്നു മൂപ്പരുടെ കോലം? മൂപ്പരുടെ കാലം ഞാൻ കാണുന്നത് ഒരു മരിച്ച ബോഡിയായിട്ടാണ് കണ്ടത്. ഉം. പക്ഷെ ഉം, മരിച്ച്
ഖബറിൽ നിന്ന് പുറത്ത് എടുത്തു വെച്ച പോലത്തെ ഒരു രൂപത്തിലാണ് കണ്ടത്. കാണുമ്പോൾ പിന്നെ ഞാൻ ഏകദേശം ഒരു 30 കുതിരശക്തിയൊക്കെ ഉള്ള ഒരാളെ പോലെയാണോ ഉണ്ടായിരുന്നത്? അതൊന്നും ഒരു ഓർമ്മയില്ല. ഉം, നമുക്കിപ്പോ കുറെ പേര് ക്യൂല് നിൽക്കുന്ന, നമ്മൾ മദീനത്തൊക്കെ പോകുമ്പോ ഉണ്ടാവുന്ന, ഉം, നമ്മൾ പോയിട്ടുണ്ട്. ഉം, അപ്പൊ ആ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന പോലെ പിന്നെ ഇങ്ങനെ ആ റൗലേക്ക് പോകാൻ നമ്മൾ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വിടുന്ന ഉം, പോലെ. ഇപ്പൊ ക്യൂ നിൽക്കുകയാണ്, അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നു. ഉം, അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്, നമ്മൾ ഉം, തടസ്സമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഉം, ഞാൻ പക്ഷെ അതിനെ ഭേദിച്ച് ഉം, ഓടിപ്പോയി കിടക്കുന്ന ആ തലയെടുത്ത് ഉം. ഇങ്ങനെ ഉമ്മ വെക്കുന്ന ഒരു ഓ, സംഭവമാണ്. അപ്പൊ ഇതിനെ ആൾക്കാർ തടഞ്ഞു, കാരണം എനിക്ക് കടക്കാൻ പാടില്ലാത്ത ഉം, ഇതൊക്കെ ഞാൻ കടന്നാണല്ലോ. അപ്പൊ ഇതിനും നമ്മൾ ഉണർന്നു, അങ്ങനെ ഒരു സാധനം. പക്ഷെ എനിക്കത് ഭയങ്കര, എന്താ പറയാ, അത്രയും നന്മ മനസ്സിലുള്ളവർക്കാണ് അത് കാണാൻ പറ്റുള്ളൂ എന്നാണല്ലോ പറയാ. ഉം, സത്യത്തിൽ ഞാൻ ഭയങ്കര പ്യുവർ ആയിരുന്നു കേട്ടോ. ഉം, അതായത് ഒരു ഒരു നുണ പോലും പറയാൻ എനിക്ക് പേടിയായിരുന്നു. ഉം, ഞാൻ നുണ പറയാതെ വെച്ചാല്, നുണ പറഞ്ഞാൽ എനിക്ക് എന്റെ നബീനെ കാണുമ്പോ പറയില്ലേ, നമ്മൾ മരിച്ചു ഉം, പോയാൽ മനുഷ്യരെ ചെന്നാല് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഒരു ഉം, വലിയ സ്ക്രീനിൽ കാണാൻ പറ്റൂത്രേ. ഉം, അപ്പൊ മൊത്തം ജനങ്ങളത് കാണും. അപ്പൊ എന്റെ നബി കാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏഹ്, ഭയങ്കര സ്നേഹമായിരുന്നു എനിക്ക്. അപ്പോ അള്ളാഹാണെങ്കിലും അങ്ങനെ സ്നേഹിച്ചിരുന്നിട്ട് പിന്നെ ഞാനിതുപോലെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും ഞാൻ സ്പിരിച്വലി ഇങ്ങനെ കയറി പോവായിരുന്നു. കാരണം എനിക്ക് അത് മതി, എനിക്ക് എൻ്റെ റബ്ബുണ്ട് ഉം, എന്ന് പറയുന്ന ഒരു സാധനമാണ്. എനിക്ക് സന്തോഷങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും, സന്തോഷം വന്നാലും ഞാൻ ഓടി കയറി റൂമിൽ വാതിലടച്ച് സുജൂദി കിടന്ന് ഞാൻ പഠിച്ചവനോട് സന്തോഷം പറയുന്ന ഒരാളായിരുന്നു. ഉം, സങ്കടം വന്നാലും, കാരണം നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ നിന്ന് അയാൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാവുള്ളൂ. ഉം, പക്ഷെ പഠിച്ചവൻ എന്ന് പറയുമ്പം നമ്മൾ പറയാതെ നമ്മളെ അറിയുന്ന ഉം, ഉം, ഒരാളെന്ന് പറയുന്നത് പഠിച്ചവനാണ്. ഉം, അപ്പൊ ഞാൻ അങ്ങനെയാണ് കണ്ടത്. എന്നോടടുത്ത് ഉം, ഞാൻ പറയാതെ എന്നെ അറിയുന്ന, എന്നോടും ഏറ്റവും അടുത്ത എൻ്റെ കൂട്ടുകാരൻ, ഉം, എനിക്ക് എന്തും പറയാവുന്ന, ഉം, ഞാനിനിയിപ്പോൾ ഒരു തെറ്റ് എനിക്ക് പറ്റിയാലും എൻ്റെ റബ്ബല്ലേ. ഉം, അങ്ങനെ ഒരു ചിന്തയും ഭയങ്കര ഒരു സ്നേഹമായിരുന്നു എനിക്ക്. എനിക്ക് അങ്ങനെ ഒരു ഭാരമൊന്നും തോന്നിയിട്ടില്ല. ഉം, പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പഠിക്കാനൊക്കെ പോകുന്നു. പഠിക്കാൻ പോകുന്നതിന് ശേഷം അവർ എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ, ആ ഒരു സമയത്താണ് നമ്മുടെ ജസ്ലാം ആടശ്ശേരിയുടെ ഉം, മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം 2019 ഉം, ഒരു സാധനം, ജസ്ലാം ആടശ്ശേരിയുടെ സ്പീച്ച് മതം വിട്ട പെണ്ണ്. ആ സാധനം ഞാൻ കേൾക്കുന്നു. ഞാൻ എന്താണ് സംഭവം, മതം വിടുകയെ എന്നൊരു സാധനം വന്നു. ഉം, കാരണം അതിനു മുന്നേ ഞാനൊരു ഇത് കേട്ടായിരുന്നു, നൗഷാദ് ബാക്കിയുടെ ഒരു വയലില് ഒരു വിഷമം പിടിച്ചൊരു ഒരു സംഭവം പറയുന്നത്. അതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉം, ഒരാള് ഹറമിന്റെ ഗ്രില്ല് പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. ഉം, കാണുന്നവരൊക്കെ ചോദിക്കും, എന്തിനാ നീ കരയുന്നത് എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാന് ഞങ്ങൾ 3 ബ്രദേഴ്സ് ആയിരുന്നു. ഉം, എൻ്റെ മൂത്ത ആള് ഇതുപോലെ ഭയങ്കര മതപണ്ഡിതനായിരുന്നു. ഉം, ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് ജീവിച്ചത്. പള്ളിയിൽ ഇമാമായിരുന്നു. മരിക്കാൻ നേരം ആള് പറഞ്ഞു, ഞാൻ ഈ മതം ഇത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആള് മരിച്ചത്. ഉം, അപ്പോ അത് വലിയൊരു ആ, മരിക്കാൻ നേരത്ത് ഇതുവരെ ചെയ്തതെല്ലാം കൊണ്ടേ കളഞ്ഞല്ലോ. ഉം, രണ്ടാമത്തെ ആളും അതേപോലെ തന്നെയാണ് ചെയ്തത്. ഉം. അപ്പൊ ഇനി ഞാനും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എല്ലാ ദിവസവും ഹറമിൽ നിന്ന് കരയുന്നൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഞാനതൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര, ഞാനും വിഷമിച്ച്, ഞാനും കുറെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊന്നും ആവരുത്, ദീൻ പോവരുത്. ഉം, ഈമാൻ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന സംഭവമൊക്കെ. ഉം. ആ അങ്ങനെയാണ് ജസ്ലാം ആഴ്ചയുടെ സാധനം കേട്ടപ്പോ മതം വിട്ട പെണ്ണ, അല്ല, എന്താ അപ്പോൾ സംഭവം. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ പൊതുവേ ഈ വളരെ ഈമാനും ദീനുള്ള ആൾക്കാരോട് പൊതുവേ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങളെ ഈമാനിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഉറച്ച ഒരു കൺവിക്ഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഈ എക്സ് മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. നിങ്ങൾ ഉം. ഈമാനിൻ്റെ നല്ല കൺവിക്ഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ ഈമാനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേട്ട് അതിലായിപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വൈസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നോ? ഇല്ല, അന്ന് എക്സ് മുസ്ലിംസ് അങ്ങനെ ആയിട്ടില്ല. ഉം, 2019 ഇന്നത്തെ അത്ര സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. ഉം, ഇത്ര കണ്ട് കത്തിയിട്ടില്ല. ഉം. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ അത്രയൊന്നും ആവുന്നേ ഉള്ളൂ. അല്ല, ഞാൻ അപ്പൊ അതിൽ അന്ന് ചോദിക്കുന്നത്, ഇപ്പോൾ അങ്ങനത്തെ ഒരു തമ്മിൽ വരികയാണ്, ജസ്ലാം ആടശ്ശേരി മതം വിട്ട പെണ്ണ് എന്നങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ആ ആ തമ്മിൽ പോലും വളരെ തീവ്രമായിട്ടുള്ള മുസ്ലിംസ് ക്ലിക്ക് ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ചേതവികാരം എന്തായിരുന്നു? ഞാൻ എന്താ പറയണത് കേൾക്കാൻ വേണ്ടിട്ടുണ്ടേ, അങ്ങനെ ഒരു ആ. സാധ്യത എനിക്ക് അറിയില്ലല്ലോ, തെറ്റ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഉം, എന്തുകൊണ്ട് ഇവിടെ വിട്ടു?
എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഇസ്ലാമിൽ പറഞ്ഞല്ലോ. തെറ്റില്ല. അപ്പൊ എന്താണ് ഇപ്പൊ അവള് ആ പറയണെന്ന് നോക്കാൻ വേണ്ടിട്ടല്ലേ, ലൈക് ആ ഡിഫെൻഡ് ചെയ്യാൻ ഇവൻ വേണ്ടിട്ട്. എന്തുകൊണ്ടായിരിക്കും വിട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മതത്തിലൊരു തെറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഉം, ഉം, അങ്ങനെ ഞാൻ വെച്ചപ്പോ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അതായത് ഇങ്ങനെ മറ്റ് മതസ്ഥരെ അന്യ മതസ്ഥരോട് കൂട്ടുകൂടരുത്, ഉം, അങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഉം, ആ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അവള് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, "ഛെ, അങ്ങനെയൊക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ?" ഉം, അപ്പൊ പറഞ്ഞ സാഹചര്യത്തിന്റെയാണ് ഉം, എന്നൊക്കെ പറയുമ്പോ അവൾ ആ സാഹചര്യം പൊളിക്കുന്നുണ്ട്. അതിൽ അവൾ അതൊക്കെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഉം, സാഹചര്യത്തിലല്ലാന്നും ഒക്കെ അറിയുന്നുണ്ട്. ഉം, അപ്പൊ എന്റെ മനസ്സില് അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു സാധനം അങ്ങനെ കിടപ്പുണ്ട്. ഉം, അപ്പൊ ഞാനിതുപോലെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു, ഇത് നോക്കിയേ, ഇവള് പറയണ നോക്കി, ഇത് മതം വിട്ടത്രേ. ഉം, അപ്പൊ പറഞ്ഞു, അതൊന്നും കേക്കണ്ട, അത് എന്താ അത് ഉം, എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് ഇരുന്ന് കുത്തിപ്പിടിച്ചത് കേട്ട് എന്താ പറയണമെന്ന് അറിയണമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. പിന്നെ ഞാനും ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കും. അതായത് നമ്മൾ പിന്നെ ഇങ്ങനെ പലതും വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴൊക്കെ ഞാനും ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ തോന്നും, പടച്ചവന്റെ നമ്മൾ പറയുന്ന ഇപ്പൊ മരണം ഉം, എന്തുകൊണ്ടാണ് നമ്മൾ മരിച്ച ശേഷമുള്ള ജീവിതത്തിൽ ഉം, വിശ്വസിക്കുന്നത് എന്ന് വെച്ചാല്, നമ്മൾ എന്താ പറയാ, ഈ ഭൂമിയിൽ പല തെമ്മാടിത്തരും കാണിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അല്ലെ. ഉം, നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്, എന്ത് തോന്നിയാസം കാണിച്ച് ജീവിക്കുന്നവരുണ്ട്, ഉം, ഉപദ്രവിച്ച് ജീവിക്കുന്നവരുണ്ട്. ഉം, അപ്പോ അവരൊക്കെ ചിലപ്പോൾ ജീവിതത്തില് പലരെയും പറ്റിച്ചും ഉപദ്രവിച്ചും കഷ്ടപ്പെടുത്തിയും അവര് നന്നായി ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും. ഉം, ഏഹ് നമ്മളിതെല്ലാം സഹിച്ച് നല്ല മനുഷ്യരായിട്ട് ജീവിച്ച പലരും കഷ്ടപ്പെട്ടും ജീവിച്ചിട്ടുണ്ടാവും. ഉം, അപ്പൊ ഇത് എവിടെ നീതി? ഉം, നീതി കിട്ടാണ്ട് മരിച്ചു പോയില്ലേ. ഉം, പിന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ നീതി കിട്ടുന്ന സ്ഥലമാണ്, നീതിമാനാണ് റബ്ബ് അല്ലെ. ഉം, നീതി കൊടുക്കുന്ന സ്ഥലം ഉം, കോടതി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ, അതായത് ആഹ് ഒരു ഒരു ഉദാഹരണത്തിന് ഒരു അമുസ്ലിമായ ഒരു പെൺകുട്ടി, ഉം, അമുസ്ലിമായ ഒരു പെൺകുട്ടീനെ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് വിചാരിക്കാം. ഉം, റേപ്പ് ചെയ്ത് കൊന്നു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസപ്രകാരം അയാൾക്ക് ശിക്ഷ കിട്ടും. വ്യഭിചരിച്ചതിനുള്ള ശിക്ഷ ഉം, അയാൾക്ക് കിട്ടും, അയാൾ നരകത്തിലാവും. ഉം, പക്ഷെ അതിനും ഒരു കാലാവധിയുണ്ട്. ഉം, ആ കാലാവധി കഴിഞ്ഞ് എത്ര കാലമാണെങ്കിൽ അത്ര അവിടുത്തെ ലോകത്തിന് അവസാനമില്ലല്ലോ. ഉം, എത്ര കാലമാണോ അത്ര കാലം, ഉം, അത് കഴിഞ്ഞതിന് ശേഷം അയാൾക്കൊരു സ്വർഗമുണ്ട്. ഉം, പക്ഷെ ഈ പെണ്ണിന് കാലാകാലം അവസാനിക്കാത്ത നരകത്തിലാണ്. ഉം, ഉം, അവിടെ ആരാ നീതി? ഉം, അവിടെ നീതി കിട്ടിയിട്ടില്ലല്ലോ. ഉം, അവിടെ എന്താ ഇപ്പൊ ചെയ്തത്? നിങ്ങൾ എന്ത് എന്ത് തെറ്റും നിങ്ങൾ ചെയ്തോളൂ എന്നെ വിശ്വസിച്ചിട്ട് അല്ലേ. ഉം, എന്നെ വിശ്വസിച്ചിട്ട് എന്ത് തെറ്റ് ചെയ്താലും, പടച്ചവനെ വിശ്വസിച്ചിട്ട് എന്ത് തെറ്റ് ചെയ്താലും ഉം, നമുക്കതില് ഒരു ഒരു കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കും. ഉം, അങ്ങനെ ഒരു സാധനം. അപ്പൊ ഇത്രയും സ്വാർത്ഥനായൊരു ഉം, പടച്ചവനാ. ഉം, അങ്ങനെ കുറെ സാധനങ്ങള്. പിന്നെ ഖുറാനിൽ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ സംശയം കയറുമ്പോഴാണ് നമ്മൾ അതിന്റെ മേലെ കൂടെ ഇങ്ങനെ പോവുക. ഉം, അപ്പോഴാണ് ഖുറാനിലെ നമ്മളെ സ്ത്രീയെ അടിച്ചോളാൻ പറയുന്ന ഉം, സാഹചര്യം, സ്വത്തവകാശത്തിന്റെ ഉം, സ്ത്രീകൾക്ക് കുറവാണല്ലോ ആ സംഭവം. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ, അതായത് നമുക്കങ്ങനെ ഫീൽ ചെയ്യാണ്. അതായത് നമ്മളൊക്കെ പറ്റിക്കപ്പെടുമായിരുന്നു. ഉം, നമ്മളൊക്കെ, ഉം, ഞാൻ പറഞ്ഞല്ലേ, ഞാനൊക്കെ അത്രയും മനസ്സറിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതും എല്ലാതുമാണ്. ഉം. ശരിക്കും പക്ഷെ ചതി ഇതൊക്കെ എന്നുള്ളൊരു ഫീലിംഗ്, ബിട്രേയിങ് ആ എന്നുള്ളൊരു ആ ഫീലിംഗ് ആ വരുന്നില്ലേ? കാരണം മുഹമ്മദ് എനിക്ക് നബി അത്രയും കിട്ടിയത് ക്ലോസ് ആയപ്പം ഒരു ആ ബിട്രേയൽ, ആ നമുക്കുള്ളതിനേക്കാൾ ഒരു ഓവർ ബിട്രേയൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ, മുക്കുസിന്. അതെ ഉം, അതെ. പിന്നെ മാത്രമല്ല, നബി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ മനസ്സിൽ അത്രയും പ്യുവർ ആയിട്ടുള്ള ഉം, മനുഷ്യനാണ്. ഉം, അത്രയും. അപ്പൊ നബിനെ കുറിച്ച് നമ്മള് ആ ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ, ഉം, അതായത് ഒരു കഥ എന്റെ മനസ്സിൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഒരു കഥ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഫാത്തിമ ബീവിന്റെ കരളിന്റെ കഷ്ണമാണ് ഉം, എന്നൊക്കെ വാഴ്ത്തിയത് കേട്ടിട്ടുണ്ട്. ഉം, നബിക്ക് ഫാത്തിമ ബീവി മാത്രമല്ല, 6 പെൺകുട്ടികളുണ്ട്. ഉം, ഏഹ് അവരാരും വാഴ്ത്തപ്പെടുന്ന കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഉം, ഇവര് ഹിജറ പോയി അത് ഇതൊക്കെ പറയുന്നുണ്ട്. ഉം, ഹിജറ പോയി നബിയുടെ ഒരു മകള്, ആഹ് ആരാണ്, സൈനബ് അല്ല, ഒരു മകള്, ഉം, സൈനബ് തന്നെ ഉം, ഹിജറ വന്നിട്ടില്ല. ഉം, കാരണം എന്താ വെച്ചാല് നബിയുടെ ആ ഒരു മകളുടെ ഭർത്താവ് മതം മാറിയിട്ടില്ല. ഉം, അപ്പോ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. ഉം, മകള് വാപ്പാടെ മതം സ്വീകരിച്ചാലും ഭർത്താവ് അമുസ്ലിമാണ്. ഉം, അപ്പോൾ ഹിജറ വരാതെ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിൽക്കുകയാണ് ഉം, ചെയ്തത്. ബദർ യുദ്ധം ഉണ്ടായി. ഉം, ബദർ യുദ്ധം ഉണ്ടായ സമയത്ത് ഒരുപാട് ആൾക്കാരെ പിടിച്ചു കെട്ടി, ഉം, ശത്രുക്കളെ. ഉം, ആ കൂട്ടത്തിൽ മകളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഉം, മകളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ആഹ്
ആളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മകള് വാപ്പാട് പറഞ്ഞു. ഉം, കൊടുത്തില്ല. ഉം, പകരം നഷ്ടപരിഹാരങ്ങളും പലതും കൊടുത്തിട്ടാണല്ലോ പലരും മോചിപ്പിക്കുന്നത്. ഉം, പലരും എഴുത്തും വായനയും പഠിച്ചിട്ട് മോചിച്ചു എന്ന് പറയുന്നു. പലരും പൈസ പലതും കൊടുത്തിട്ട് മോചിപ്പിച്ചു ഉം, എന്ന് പറയുന്നു. വാപ്പാക്ക് മകളുടെ കല്യാണത്തിന് ഉമ്മ ഖദീജ ബീവിയുടെ മകളാണല്ലോ, ഉം, ഉമ്മ സമ്മാനമായിട്ട് കൊടുത്തൊരു മാല ഉണ്ടായിരുന്നു. ഉം, അത്രയും കാലം ആ ഉം, മാല മകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഉം, ആ മാല വാപ്പാക്ക് പകരം കൊടുത്തിട്ടാണ് ഭർത്താവിനെ ഉം, രക്ഷിക്കുന്നത് ഉം, എന്നുള്ളൊരു സംഭവം. എന്താണ് ഒരു മകളെ നമ്മൾ ഇങ്ങനെ വാഴ്ത്തുന്ന കേട്ടിട്ടുണ്ട്, ഉം, എന്റെ കരളിന്റെ കഷ്ണം അത് ഇത് എന്നൊക്കെ. ശരിക്കും ഇതൊരു നല്ല എന്താ ഇവിടെ ചെയ്തത് എന്നുള്ളൊരു ഉം, ഒരു അനീതി ഞാൻ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്ന ഉം, എന്നുള്ളൊരു സാധനം വരും. അതുപോലെ തന്നെ ഓരോ കഥകളും. ഉം, പിന്നെ മറ്റേ ബനു കുറയുള്ള സംഭവം ഉം, ഉണ്ടല്ലോ, ഉം. കുറെ പേരെ കൊന്നിട്ട് അതാണല്ലോ പിന്നെ ഇവിടെ അടുത്ത ഭാര്യയായത്, അതെ അതെ. സഫിയ. ഉം, അപ്പൊ അങ്ങനെ നബിനെ കുറിച്ചിട്ടുള്ള കുറെ കഥകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു നബി. ഉം, അപ്പൊ നമ്മള് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ അതുപോലെയാണ് ഞാനൊക്കെ ഉം, സ്നേഹിച്ചതും ഉം. ജീവിച്ചതൊക്കെ. ശരിക്കും നമ്മള് പറ്റിക്കപ്പെടുമായിരുന്നു, അതെ ആരുടെയൊക്കെയോ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതെ. പറ്റിക്കപ്പെടുമായിരുന്നു ഉം, എന്നുള്ള ഒരു ചിന്ത വരണം. അതായത് ഈ ലോകം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കണ്ണില് ഉം. ആണുങ്ങളുടെ ലോകം. അതെ അതെ. ഇവിടെ അവർക്ക് അനുഭവിക്കാനുള്ള ഒരുപാട് സുഖ ഉം, സൗകര്യങ്ങളിൽ ഒന്ന് ഉം. മാത്രമാണ് പെണ്ണ്. അതെ. കാരണം ഇസ്ലാം കൊടുക്കുന്ന ആനന്ദങ്ങളുടെ നിമിഷങ്ങളിൽ, സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ ഉം, എല്ലാത്തിലും ആണിന്റെ ആനന്ദത്തിന്റെ ഭാഗമാണ് അതെ. പെണ്ണ്. ഉം, അല്ലാണ്ട് ഒരു വ്യക്തിയായിട്ട് പരിഗണിച്ചതായിട്ട് അതെ. തോന്നിയിട്ടില്ല. എനിക്ക് ഉം. സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ മദ്രസയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ടീച്ചറോട്. കാരണം ഉം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ പോയിട്ട് ഹദീസ് വായിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എനിക്ക്. മദ്രസയിൽ നിന്ന് പഠിപ്പ് നിർത്തൂല, വീട്ടിൽ പോയിട്ട് റിസർച്ച് ചെയ്യും. ആ സമയത്ത് ഞാൻ വായിച്ചതാണ് ഒരു അബലകളോട് എങ്ങനെ പെരുമാറാം എന്നുള്ളൊരു ഹദീസ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ട്. സ്ത്രീ എന്ന് പോലും എഴുതുന്നില്ല, അബല എന്നാണ് എഴുതുന്നത്. അപ്പൊ ഞാൻ അതെ. വിചാരിക്കും എത്ര പോരെ സിനോണിയംസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ത്രീയെ നാരി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ യുവതി എന്ന്, നമുക്ക് ഒരുപാട് വേർഡ്സ് ഉണ്ട് മലയാളത്തിൽ സ്ത്രീയെ ഡിസ്ക്രൈബ് ചെയ്യാൻ. അപ്പൊ അതിൽ നിന്ന് അബല എന്നുള്ള വേർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം അറബിയിൽ അബല എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പം ഉം. അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു പുരുഷന് ദുനിയാവിൽ ഏറ്റവും നല്ല വിഭവമാണ് സ്ത്രീ, വിഭവം. ഉം. അപ്പൊ ആ ഉം. സമയത്ത് എനിക്ക് ഒബ്ജക്ടിഫിക്കേഷനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. പക്ഷെ വിഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അതെ. കൊളോക്കിയലി ഡിഷ് എന്നാണല്ലോ പറയാ വിഭവം, അല്ലെങ്കിൽ അതെ. ഒരു അതെ. നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഒരു സാധനം. അതെ. ദുനിയാവിൽ ഏറ്റവും വലിയ വിഭവമാണ് സ്ത്രീ. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ, അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഉള്ളിൽ കുത്തി. പക്ഷെ എന്നാലും ഞാനിത് മുത്തനബി ആയതുകൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവില്ല. ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ, ദുനിയാവിൽ ഏറ്റവും വലിയ വിഭവമല്ലേ സ്ത്രീ? അപ്പൊ ടീച്ചർക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ ചൂളി പോയിട്ട്, ഒരു ചെറിയ കുട്ടിയല്ലാന്ന് ഞാൻ. അപ്പൊ ഉം. എങ്ങനെ കുട്ടീനോട് ഇങ്ങനെയൊക്കെ പറയാന്നുള്ള രീതിയിൽ ടീച്ചറെ മുഖം ചൂളി പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ വന്നിട്ട് ഈ ഖുറാൻ സ്ത്രീകൾക്ക് വളരെ നല്ല മതമാണ് എന്നൊക്കെ പറയുമ്പോൾ, അതിനോട് ഈ സ്ത്രീകളോടുള്ള അനീതിയൊക്കെ എന്തായാലും ഉമ്മുകുൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഹദീസിലും ഖുറാനിലും ഒക്കെ, കാരണം വായിക്കുന്ന ആളായതുകൊണ്ട്. അവരോട് എന്താ അതെ. പറയാനുള്ളത്? നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോയതാണല്ലോ. ഉം, എന്നെ സംബന്ധിച്ചും ഇതിലുള്ള എല്ലാതും നമുക്ക് സംരക്ഷണത്തിനായിരുന്നു എന്നും ഉം, നമുക്ക് നല്ലതിനായിരുന്നു എന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ അവർ പറയുന്ന ഓരോ സാധനങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഉം, പക്ഷെ അത് നമ്മളെന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു സ്നേഹത്തിൽ നമ്മൾ സ്നേഹം കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഉം, എല്ലാത്തിനെയും ന്യായീകരിക്കും. ഉം, കാരണം നമ്മുടെ മനസ്സിൽ അത് സത്യമാണ്. ഉം, അതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ന്യായീകരിക്കും. ഉം. നമ്മൾക്കത് സംശയം തോന്നണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സംശയത്തിന്റെ മനസ്സോട് കൂടി തന്നെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് ഉം. നമുക്കത്. അതെ നമ്മൾ പഠിക്കാനാണ് എന്നുള്ള ലെവലിൽ മനസ്സിനെ മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് അതിലൊരു കാണാൻ പറ്റുള്ളൂ. അതെ അതെ. അതല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയും ന്യായീകരിക്കും. ഉം. അതുകൊണ്ട് ഇതൊക്കെ അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇതൊക്കെ കണ്ടതും ഇതൊക്കെ ചിന്തിച്ചതും ഉം, ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതെ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ എന്ത് ഉം, സ്റ്റാൻഡിൽ നിന്നിട്ട് നമ്മളത് വായിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്കത് അതെ അതെ. മനസ്സിലാവുന്നത്. അപ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഉമ്മുകുൽസിനോട് ഇസ്ലാം ചെയ്ത ഏറ്റവും വലിയ അനീതി എന്തായിരുന്നു? ഇസ്ലാം എന്താ നീതി ചെയ്തതെന്ന് വെച്ചാല് ഇതന്നെയാണ്. പുരുഷന്മാരുടെ നമുക്ക് എവിടെ നോക്കിയാലും നമ്മൾക്കിപ്പോ സ്ത്രീ ആയതിന്റെ പേരിൽ മാത്രം ഉം, തടയപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. ഉം, അതിപ്പോ ഒന്നാമത്തെ നമ്മുടെ സൊസൈറ്റിയുടെ സംഭവമുണ്ട്. ഉം, ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പൊ ഒരു ഒരു ഫിനാൻഷ്യൽ സംഭവമാണെങ്കിലും ഇപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള്. ഉം. അതുപോലെ നമ്മളെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നതാണ്, മുസ്ലിം സ്ത്രീകൾ ബാക്കിയുള്ള മതത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം
മുസ്ലിം പെൺകുട്ടികളെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് വെച്ചാൽ 18 എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് 18 ആ ഒരു ദിവസം വരെ കല്യാണം കഴിച്ച് വിടുന്ന ഒരു സംഭവമുണ്ട് ഉം. ഉം. ഇസ്ലാമിക് കുടുംബത്തിൽ. അപ്പം അത് അത് ശരിക്കും ഇസ്ലാമിക് ഫാമിലീസിൽ വളരെ പ്രബലന്റ് അല്ലേ, ആ ഒരു സംഭവം? അത് വളരെ കൂടുതലാണ്. ഉം, ഞാനും അങ്ങനെ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചു വന്നതാണ്. ഉം, അത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം ഫാമിലികളിൽ തന്നെയാണ് അത് കൂടുതലായിട്ടുള്ളത്. അതെ. അതിന്റെ പേരിലും നമുക്ക് കുറെ, കാരണം ഉം, നമ്മളൊക്കെ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോ ഉം, നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഉം, ഇപ്പോ ഏഹ്, ഭർത്താവിനോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞപ്പോ നമ്മുടെ ഞാൻ അന്ന് വയലൊക്കെ കേൾക്കുന്ന ഉം, സമയത്ത് ഭർത്താവ് വിളിച്ചാല് ഉം, നമ്മൾ കേട്ടിട്ട് മിണ്ടിയില്ലെങ്കിൽ, നമ്മൾ കേട്ടു ഉം, മിണ്ടിയില്ല പെട്ടെന്ന് ഉം, നമ്മൾ എന്തെങ്കിലും ഇതിലാണെങ്കിൽ, അന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല. ഉം, ഏഹ് ഉം, അതൊന്നും അള്ളാഹുവിന് വേണ്ട. അപ്പോ ആഹ്, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതൊക്കെ നമുക്കൊരു കടമയായിട്ട് നമുക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്. ഉം, അപ്പൊ നമ്മൾ എന്താ, ഒരു ഭാര്യ എന്ന നിലക്ക് ഇപ്പൊ അള്ളാഹുവിന്റെ പ്രീതി പറ്റണമെങ്കിൽ ഉം, അതിന്റെ ഒരു ഭാഗമാണ് ഭർത്താവിനെ അനുസരിച്ച ഒരു ഉം. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ള നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത്. അപ്പൊ അതെ. ആളെന്ത് പറഞ്ഞാലും ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, നബി എന്താ, അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ ഉം, പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ഉം, ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു ഉം, എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോ ഓരോന്നും നമ്മൾ ഇങ്ങനെ എങ്ങനെ നന്നാവും ഈ എല്ലാ മേഖലകളിലും, എങ്ങനെ നല്ലൊരു സ്ത്രീയാവാം, എങ്ങനെ ഉം, റസൂലിന് ഇഷ്ടപ്പെട്ട, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഉം, സ്ത്രീയാവാം, ഉം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതെ. ജീവിച്ചത്. അതുപോലെ ഒരു പെൺകുട്ടിനോട് ഇപ്പൊ പറയാണ്, നീ 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 ഭർത്താവ് നിന്നെ പ്രസവ പലകയിലായിട്ട് നീ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പടച്ചോൻ നിന്നെ ശപിക്കും, അതെ 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 നിന്റെ അതെ വാപ്പ മരണപ്പെട്ട പോലും നിനക്ക് ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ് സ്ത്രീകളിൽ അതെ ക്രിയേറ്റ് അതെ ചെയ്തിട്ട് ഡൊമസ്റ്റിക് വയലൻസ് എക്സസ്ബിലിറ്റി ആണ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിനോട് അതെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അടി കിട്ടിയാലും ചീത്ത കേട്ടാലും പോരില്ല. കാരണം അവൾ എന്താ പറയുന്നത്, ഖുറാനിൽ അടിക്കാൻ അനുവാദമുണ്ട്, ഖുറാനിൽ അതെ ചാട്ടവാർ വെച്ച്, അല്ലെ ഖുറാനിലെ ഹദീസിൽ ചാട്ടവാർ വെച്ച് അടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇങ്ങനൊക്കെ ഒരു പെൺകുട്ടി കേൾക്കുമ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അവള് തിരിച്ചു വരിക അല്ലെ, ഡൊമസ്റ്റിക് അബ്യൂസ് നേരിടുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് തിരിച്ചു വരിക? അപ്പൊ എനിക്ക് ഉം, അടീനെ പറ്റിയൊന്നും ഒന്നും അറിയുമായിരുന്നില്ല. ഉം, പക്ഷെ ഭർത്താവിന്റെ സ്ഥാനം ഉം, അറിയാമായിരുന്നു. ഉം. ഇത് അടിക്കാൻ കൊമ്പത്താണെന്നുള്ളത്. പാടും അങ്ങനെയൊന്നും ഉം, അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ഥാനം, പിന്നെ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഏടുകൾ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടാവുമല്ലോ ഉം, വീട്ടില്. ഉം, അപ്പൊ അതിലൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അതിലാണ് ഞാൻ ആദ്യമായിട്ട് മറ്റേ ഈ കൃഷിഭൂമി എന്നുള്ള സാധനമൊക്കെ വായിക്കുന്നത്. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്ത് സാധനം, ഇത് സ്ത്രീകള് കൃഷിയിടം ഭർത്താവിന്റെ അതാ. ഉം, ഉം, കൃഷിയിടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉം, നിങ്ങൾ അതില് വിള ഇറക്കിക്കൊള്ളുക എന്നാ, ഉം, ഉം, അങ്ങനത്തെ സാധനം. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം ഇത് എന്നുള്ളൊരു സാധനം അന്ന് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ, അതെന്ത് ഉം, ഇങ്ങനെ പറയണേ എന്നുള്ളത്. ഉം, പിന്നെ അതിനെ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞത്, ഒരു കൃഷിക്കാരന് അതിന്റെ ഭൂമി എത്രമാത്രം ഊഫ്, വിലപ്പെട്ടതാണ്, ഒരു അയ്യോ. ജീവനും ഇതൊക്കെ ആയ ആ ഉം. കൃഷിക്കാരൻ്റെത് കൃഷിഭൂമിയാണല്ലോ. അപ്പൊ എന്നാ ആണുങ്ങൾ കൃഷിഭൂമി എന്ന് വിളിക്കാൻ പറ്റുമോ? കാരണം സ്ത്രീകൾക്കും ആണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ നല്ല ഇഷ്ടമായത് കാരണം ഒരു അതവരുടെ കർഷകൻ കർഷകൻ. കർഷകൻ കൃഷിഭൂമിയെ സ്നേഹിക്കുന്ന പോലെ സ്ത്രീക്ക് പുരുഷനെ കൃഷിഭൂമിയെ പോലെ സ്നേഹിച്ചിട്ട് ഇക്ക, കൃഷിയിടം അങ്ങനത്തെ ഒരു ഇക്ക ഇങ്ങോട്ട് കമ്പാരിസൺ വാ എന്ന് അവിടെ പറയാൻ ഇല്ലല്ലോ. പറ്റുമോ? ഇല്ല, അത് അതും ഇല്ല. സ്ത്രീക്ക് ഉം, സ്ത്രീക്ക് അങ്ങനെ ഒരു ചോദ്യം ഇല്ല. അപ്പൊ അത് ഉം, ചോദിക്കുമ്പോ സ്ത്രീകൾ അങ്ങനത്തെ സംഭവമല്ല, സ്ത്രീകൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുന്നതാണല്ലോ. അപ്പൊ സ്വർഗത്തിലെ നമ്മള് ഉം, ഓ, ഹൂറികളുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോ ഉം. പറയുന്നത് എന്താണ്, ആണുങ്ങൾക്കാണ് ആസക്തി അതെ. കൂടുതല്, പെണ്ണുങ്ങൾക്ക് ആ സാധനമൊന്നും ഇല്ല പെണ്ണുങ്ങൾക്ക് എന്നുള്ളൂ. ആസക്തിയും പെണ്ണുങ്ങൾക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇല്ല ഇല്ല. അതുപോലെ ഈ മുഹമ്മദ് നബിയുടെ ശരിക്കും മുഹമ്മദ് നബിക്ക് എന്ത് ടൈപ്പ്, മുഹമ്മദ് നബിക്ക് ഒരു ടൈപ്പ് ഉണ്ട്, മുഹമ്മദ് നബിക്ക് ഇങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. അപ്പോൾ ആ ടൈപ്പ് നമുക്ക് സ്വർഗത്തിന്റെ വിവരണത്തിൽ കാണാൻ പറ്റും. വെളുത്ത സ്ത്രീ, ഉം. തുടുത്ത അതെ. സ്ത്രീ. കാരണം ഫത്തുൽ മൂയിലുണ്ട്, മെലിഞ്ഞൊട്ടിയിരിക്കുന്ന സ്ത്രീകൾ ഉം. വിവാഹയോഗ്യരല്ലാന്ന്, ഉം. ഉം. അവരെ പ്രിഫർ ചെയ്യേണ്ടതില്ലാന്ന്. അപ്പോൾ മുഹമ്മദിന്റെ ടൈപ്പ് തടിച്ച, വെളുത്ത, അതെ തുടുത്ത, ഡാഷ് ഉള്ള അതെ യുവതികൾ. അപ്പം അതെ ആൾക്ക് ഒരു ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പ് കാണാൻ പറ്റും. അപ്പൊ അത് ദൈവത്തിന്റെ അല്ലാതെ ഒരു മനുഷ്യന്റെ ഒരു ഭാവനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെ അതെ. അതെ. അതാണ് നമുക്ക്. പിന്നെ ഞാൻ എത്തിപ്പെട്ടത് അങ്ങനെയായിരുന്നു. ഉം, അതായത് ഉം, ഇനിയിപ്പോ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഉം, ഇതെന്തായാലും പൊളിഞ്ഞു. കാരണം എന്താ ഉം. വെച്ചാല് ഏഹ്, ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അതിലൊരു തെറ്റ് വരാൻ പാടില്ല. അതെ. ഉം, അതായത് ദൈവത്തിൽ നിന്ന് നേരിട്ടിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഉം, സംഭവമാണെന്നാണല്ലോ ഒക്കെ പറഞ്ഞിരുന്നത്. ഉം, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു തെറ്റ് വരാൻ പാടില്ല, അതിനകത്തൊരു ഉം, അനീതി വരാൻ പാടില്ല. ഉം, ഏഹ് ഇപ്പൊ ഭർത്താവ്
അനുസരിച്ചില്ലെങ്കിൽ ഇപ്പൊ ഭാര്യനെ അടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉം, അതിന്റെ അകത്ത് പറയുന്നുണ്ട്, ഭർത്താവ് ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ക്ഷണിച്ചു, സെക്സിനൊക്കെ ഉം, ക്ഷണിച്ചു, ഭാര്യക്ക് പീരീഡ്സ് ഒന്നുമല്ല, പക്ഷെ ഉം, അവൾക്ക് വേണ്ടാ തോന്നി സമ്മതിച്ചില്ലെങ്കിൽ അടിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉം, അതുപോലെ അണിഞ്ഞൊരുങ്ങി വന്നില്ല, മണിയറയിൽ അണിഞ്ഞൊരുങ്ങി വന്നില്ല, അപ്പൊ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഉം, അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോ എന്താ വെച്ചാല് നമ്മുടെ ഇമോഷൻ അവിടെ വിലയില്ല. ഉം, ഇപ്പൊ പ്രസവ പലകയിലത്തെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ അവിടെ വേദനിക്കുന്നുണ്ടെന്നോ, ഉം, നമ്മുടെ അവിടെ ഇമോഷൻ എന്താണെന്നോ ഉം, അത് ഒരാളും അന്വേഷിച്ചിട്ടില്ല, ഉം. ഒരാളും ഏഹ്, വില തന്നിട്ടില്ല. അതെ, അത് സ്ത്രീ ആണുങ്ങൾക്ക് വിരുദ്ധനാണ് അദ്ദേഹം. അതാണ് ഈ സ്ത്രീകളുടെ ഒരു അതെ ഇമോഷന് ഒരു അതെ വിലയും കൊടുക്കാത്തത്. അയ്യോ. അതെ. അപ്പൊ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഇത് ഉം, ദൈവം പറഞ്ഞതായിരിക്കില്ല. ഉം, ശരിക്കും ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇത് ദൈവം പറഞ്ഞതായിരിക്കില്ല ഉം, ഏഹ്, എന്നുള്ളൊരു സാധനത്തിലോട്ട് ഉം, എത്തണം. ഉം, പിന്നെ ഇനിയിപ്പോ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഉം, ആ ദൈവം അതിനെക്കുറിച്ച് നമ്മളെ അറിയിച്ചിട്ടുമില്ല, ഉം, നമുക്കിപ്പോ തൽക്കാലം അറിഞ്ഞൂടാ ഉം, എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ടൊക്കെ പിന്നെ ഇങ്ങനെ ഉം, ആലോചിക്കുകയാണ്. അങ്ങനെ പിന്നെ ഏറെ ഇതാണ്, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര ഡീപ്പായിരുന്നു. ഉം, ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഇപ്പൊ എല്ലാരും ചോദിക്കുമ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാലത്ത് ഞാൻ ഭയങ്കര ഡീപ്പായിരുന്നു. ഉം, ഒരാളും എന്നെ നിർബന്ധിച്ചിട്ടോ ഉം, ഒരാളും എന്താ പറയാ ആക്കിയിട്ടൊന്നല്ല. അവരെ ഉം, ഈ പറഞ്ഞ എന്നെ ഇന്ന് ഉപദേശിക്കുന്നവരുടെയൊക്കെ 10 ഇരട്ടി മേലെയായിരുന്നു ഞാൻ അന്ന് ഉണ്ടായിരുന്നത്. ഉം, അപ്പൊ ഞാനൊരു കാര്യത്തിൽ അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഉം, ഞാൻ അതിൽ അത്രയും ഡീപ്പായിട്ട് ഞാൻ അതിലുണ്ടാവും. ഉം, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇന്ന് എനിക്കതിൽ യോജിക്കാൻ പറ്റാത്തതാവുമ്പോൾ ഉം, എനിക്കത് ചെയ്യാനും പറ്റുന്നില്ല. ഉം, പലരും പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അഭിനയിച്ചൂടെ, ഉം. എന്തിനാണെന്നൊക്കെ ചോദിക്കണം. പക്ഷെ എനിക്ക് പറ്റാത്ത കാര്യമാണ് ഞാൻ അപ്പൊ പറയുന്നത്. അതെ. അല്ലെങ്കിൽ എനിക്ക് യോജിക്കാത്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് ഇതെനിക്ക് പറ്റുന്നതല്ല ഉം, എന്നുള്ളത്, അത് എനിക്കറിയാതെ അവിടെ പറഞ്ഞാൽ ശരിയാവില്ല. ഉം. ചിലപ്പോൾ ഞാനത് അവിടെ പറയും. ഒരു അങ്ങനെയൊക്കെ ഒരു ഇസ്ലാമിക യുവതിയാണെന്നുണ്ടെങ്കിൽ പറയാൻ പാടില്ല. പക്ഷെ എന്തായാലും എക്സ് മുസ്ലിം ആയ സ്ഥിതിക്ക് പിന്നെ നമ്മൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണം. ആ അല്ലേ? പിന്നെ നമ്മൾ മെച്ചർ ആകുമ്പോൾ നമുക്കൊരു മാറ്റങ്ങൾ വരും. ഉം. എന്നോട് ഈ മുസ്ലിമായി അഭിനയിച്ചൂടെ, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു സങ്കടം ഇല്ലാതിരിക്കാൻ നിസ്കരിക്കുന്ന പോലെ അഭിനയിച്ചൂടെ, നോമ്പെടുക്കുന്ന ഉം. പോലെ അഭിനയിച്ചൂടെ? ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് എന്നാ എനിക്ക് സങ്കടം വരാതിരിക്കാൻ നിങ്ങൾ അതെ. എക്സ് മുസ്ലിമായി അഭിനയിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം നിരോധിച്ചിരിക്കുന്നു. അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. അപ്പം നമ്മളാണല്ലോ കുറച്ചുള്ളത്, ഉം. അവര് കൂടുതലാണല്ലോ. സോ എൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഉസ്താദുമാർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. സോ അതെ. ഈ ഇൻഫ്ലുവൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഉസ്താദുമാരെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ പോലെ ആയിത്തീരുക, അവർ പറഞ്ഞതൊക്കെ അനുസരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എനിക്ക് നൗഷാദ് വാക്കോ ഉസ്താദിന്റെ ഒക്കെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. ഉം, ഒരുവിധം പുള്ളിയുടെ ഇറങ്ങുന്ന എല്ലാ വയലുകളും കാണുമായിരുന്നു. ഉം, ലൈവൊക്കെ ഉണ്ടാവും, അന്ന് ലൈവൊക്കെ ഉണ്ട് കുറച്ച്. ഉം, ലൈവും യൂട്യൂബൊക്കെ കുറച്ച് സജീവമായതിനു ശേഷം ഉം, വയല് പ്രഭാഷണങ്ങളിലൊക്കെ സ്റ്റേജിൽ ലൈവ് ഉണ്ടാവും. ഉം, അപ്പോ ലൈവുകൾ നമുക്ക് കാണാൻ പറ്റും. ഉം, ഇതിന് നമ്മളെ നാട്ടില് ഒരിക്കൽ ലൈവ് നൗഷാദ് ഒരു ലൈവ് വന്നു. ഉം, ഞാൻ വീട്ടില് ബഹളം ഉണ്ടാക്കിയിട്ട് ഉം. എനിക്ക് വയലിന് പോണം. അങ്ങനെ വയലിന് ഞാൻ ബഹളം വെച്ചിട്ട് പോയി. ഉഫ്. എല്ലാവരും എന്നെയൊക്കെ അന്ന് എല്ലാവരും വീട്ടിലെല്ലാവർക്കും അത്ര വലിയ ഫാനൊന്നും അല്ല. എല്ലാവരും പറഞ്ഞു ഇവരൊക്കെ പറ്റിപ്പാണ്, കാരണം എന്തോരം പിരിവാണ് അവിടെ നടക്കണത്. ഉം. കാശ് കിട്ടാൻ വേണ്ടിയിട്ട് പറയണാണ്, അത്രക്കൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഞാൻ ഉസ്താക്കന്മാരെ കുറ്റം പറയണം, ഞാൻ പിണങ്ങി തെറ്റി. എന്നിട്ട് ഉസ്താദിന് സ്വർണ്ണമാല കൂരി കൊടുത്തിട്ടുണ്ടോ? അതൊന്നും കിടന്നില്ല. കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്കൊരു സംഭവം ഉണ്ട്, അത് കൊടുക്കാത്ത എന്താ വെച്ചാൽ പേടിച്ചോണ്ടാണ് കേട്ടോ, വീട്ടുകാരെന്നെ തല്ലി പുറത്താക്കുന്നോണ്ടാണ്. അതുകൊണ്ട് കൊടുക്കാതിരുന്നല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ വീടിന്റെ കാരണം ആധാരം വഴിയായിരുന്നു വീട്ടിലാരും നൗഷാദ് എടുത്ത് നൗഷാദ് വീട്ടിലാരും ബാബിക്ക്. ഇല്ലാത്ത സമയത്തൊക്കെ ഉം. ആരെങ്കിലും ദാനൊക്കെ ചോദിച്ചു വരികയാണെങ്കിൽ ഞാൻ 2000 നോട്ടൊക്കെ തന്നിട്ട്. കൊടുക്കും അല്ലേ? യെസ്. ഇത് വീട്ടുകാർക്ക് അറിയോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. അത് സംഭവം ഉണ്ടായി, പൊളിഞ്ഞു. ഉം, കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ നൗഷാബക്കയുടെ അതിലൊക്കെ ഫാത്തിമ ബീവി ഉം, ഒക്കെ ഇതുപോലെ സദക്ക ചോദിച്ചിട്ടൊക്കെ വന്നിട്ട്, ആരൊക്കെ ഉം, ഇതുപോലെ ചോദിച്ചു വന്നിട്ട് എന്താണോ ഉള്ളത് ഉം, ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടില്. ആകെ 2 പുതപ്പ് എന്തോ ഉണ്ടായിരുന്നതില് ഒരു പുതപ്പെടുത്ത് കൊടുത്തു വിട്ടു, വേറെ ഉം, ഒന്നും കൊടുക്കാനില്ലായിരുന്നു. ഉം, അപ്പൊ വീട്ടിലൊരാൾ വന്നാല് ഞാൻ എന്തെങ്കിലും കൊടുക്കും. ഉം, അപ്പൊ അവര് പറയും, പിന്നെയും പരാതി പറഞ്ഞാൽ എനിക്ക് അവരോട് അയ്യോ ഇതേ ഉള്ളോ എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. ഉം. അപ്പൊ ഞാൻ പിന്നെയും പോയിട്ട് എടുത്തിട്ട് വന്ന് കൊടുക്കും. കൊടുക്കും അല്ലേ? വാവ്. അതായിരിക്കും ചിലപ്പോ നേരത്തെ കെട്ടിച്ചത്. ഇവള് വീട്ടിൽ വെച്ച ഇവള് തറവാട് കല്യാണം വെളുപ്പിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ചെയ്ത പരിപാടിയാണ് ആ. നിനക്ക്.
അയ്യോ, ഭർത്താവിന്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ടോ? എന്റെ കയ്യില് ഉണ്ടായിരുന്ന സാധനം എടുത്തിട്ട് ഉം. അപ്പൊ ഇതേപോലെ ഒരിക്കൽ യത്തീങ്ങാനൊക്കെ പോലത്തെ ടീമുണ്ട്. ഉം. ഒരു പ്രാവശ്യം വന്നു. ഉം. അപ്പൊ അങ്ങനെ കുറെ അപ്പൊ ആരുമില്ല വീട്ടില്. ഉം. കുറെ സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഇതേപോലെ 2000 എടുത്ത് കൊടുത്തു. ഉം. പിന്നെ അവര് പിറ്റത്തെ കൊല്ലം കേട്ടോ, ഉം. പിറ്റത്തെ വർഷം പിന്നെ വരിക. പിറ്റത്തെ വർഷം വരുമ്പോഴും ഞാനാണ് വാതിൽ പറഞ്ഞത്. ഉം. അപ്പോഴും ഞാൻ 2000 എടുത്ത് കൊടുത്തു. ഓ. അത് പ്രതീക്ഷിച്ചിട്ട് ഇത് വരുന്ന മാതിരിയാണ്. എന്നെ കണ്ണവർക്ക് അറിയാം. ഒരു പ്രാവശ്യം 2000 കിട്ടിയപ്പോഴും അവരെന്നെ നോട്ട് ചെയ്തു. ഉം. മൂന്നാമത്തെ വർഷം വന്നപ്പോ ഞാനല്ല വാതിൽ തുറന്നത്, ഉം. ഉമ്മയായിരുന്നു വാതിൽ തുറന്നത്. അപ്പൊ ഉമ്മ എന്തോ 100 റുപ്യ എന്തോ എടുത്ത് കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഇവിടെ ഞങ്ങക്ക് 2000 തരുന്ന ഒരാളുണ്ട്. അപ്പൊ "ഏ?" അവള് നിങ്ങളെ കൂടെ കൂട്ടി പൊയ്ക്കോന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അമ്മായിയമ്മ. ഇവിടെ ഉം. ഇവിടെ അങ്ങനെ ഒരാളില്ല. ഉം. അപ്പൊ പറഞ്ഞു ഉണ്ട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കും. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനും ഞാനല്ല, ആള് നിങ്ങൾക്ക് മാറിയതാ. ആ, അങ്ങനെ. അപ്പൊ ഈ അങ്ങനെ. ഉസ്താദുമാരുടെ പ്രസംഗം കേട്ട് ആകെ കൂടെ ഇൻഫ്ലുവൻസ് ആയി. അതുപോലെ എന്നിട്ട് ഇതിൽ നിന്നും പുറത്ത് വന്നപ്പോ അങ്ങനെ എക്സ് മുസ്ലിംസിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ജസ്ലാം അടശ്ശേരിന്റെ ഒരു വീഡിയോ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതുപോലെ എന്തെങ്കിലും പ്രസംഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നോ ഈ പുറത്ത് വരാൻ വേണ്ടിയിട്ട്? പുറത്തു വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ കേൾക്കൽ തുടങ്ങി. ഉം. അതായത് ജസ്ലാമാടശ്ശേരിയുടെ കേട്ടു. പിന്നെ ഇങ്ങനെ സംശയങ്ങൾ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങി, ഉം. കേൾക്കൽ തുടങ്ങി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും യൂട്യൂബിൽ. നമ്മളൊരു കാര്യം അതിന്റെ ശേഷം പിന്നെ ഒരു എന്താ പറയാ പൊന്തലായിരുന്നല്ലോ. ഉം. ജസ്റ്റിലൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇത് ഇങ്ങനെ തകർന്നു വരുന്നത്. ഇപ്പൊ ആരിഫ് ഉം. വന്നു. ഉം. അവരൊക്കെ വന്നത് ജസ്റ്റിലൊക്കെ വന്നതിന് ശേഷമാണ് തോന്നുന്നത്. ജസ്റ്റിലയുടെ മതം വിടുന്ന സമയത്തൊന്നും ആരിഫിന്റെ ഇതൊന്നും തുടങ്ങിയിട്ടില്ല ഉം. തോന്നുന്നുണ്ട്. അതിന്റെ ഒക്കെ ശേഷമാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉം. എല്ലാം നമ്മളിങ്ങനെ കേട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലിയാക്കത്തിന്റെ ഒക്കെ കേട്ടിട്ടുണ്ട്. ഉം. പിന്നെ ഞാൻ അതേപോലെ കേൾക്കുന്നത്, എനിക്ക് അപ്പോഴും എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഞാൻ വിട്ടിട്ടൊന്നുമില്ലായിരുന്നു. ഉം. ഏഹ് പിന്നെ അതേപോലെ മുജാഹിദ് ബാലുശ്ശേരിയുടെ, ആരിഫിന്റെ ഒന്നും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഉം. പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ എങ്ങാണ്ട്, മുജാഹിദ് ബാലുശ്ശേരി ആരിഫിനെ ട്രോളുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഉം. അതാണ് പിന്നെ കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആരിഫിനെ കാണുന്നത് കേട്ടോ. ഉം. മുജാഹിദ് ബാലുശ്ശേരി ആരിഫിനെ ട്രോളുന്നത്. ഉം. അപ്പൊ അതാണ് ഈ മുതലിച്ചിട്ട് കേട്ടിട്ട് നോക്കിയതാണ്. ഉം. പിന്നെ ഹൈത്തമീനായിട്ടുള്ള ഡിബേറ്റ്, ഉം. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെയാണ് ഇത് പിന്നെ ഇടക്കിടക്ക് നമ്മുടെ കയ്യിൽ വരൽ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഉം. പിന്നെ ലിയാഖത്തിന്റെ ആണ് പിന്നെ കുറെ ഉം. കണ്ടിരുന്നത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിലും കൂടി പിന്നെ ചിന്തിക്കും. ഉം. അങ്ങനെയൊക്കെയാണ്. പിന്നീട് സമരവേദയൊക്കെ പിന്നെ ഒന്നും തോന്നാതെയായി. ഉം. അങ്ങനെ എന്നിട്ട് 2000 കൊടുക്കലൊക്കെ നിർത്തി. 2000 കൊടുക്കൽ നിർത്തി. ഉം. നൗഷാദാക്ക് ഞാൻ പറഞ്ഞില്ല, ഉം. നൗഷാദാക്ക് ഞാൻ നബീനെ സ്വപ്നമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നൗഷാദാക്ക് കത്തൊക്കെ എഴുതിയിട്ട് ഓഫ്. കത്തൊക്കെ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ട്. കത്തിലെന്താ എഴുതിയത്? കത്തില് എനിക്ക് ഭയങ്കര എനിക്ക് അത്രമാത്രം ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഈവൻ വീട്ടുകാര് തെറി വിളിച്ചിട്ട് വരെ ഞാൻ പുള്ളിക്ക് വേണ്ടി സംസാരിച്ചു. പുള്ളി എന്നെ അറിയാൻ പോലും ഇല്ല. ഞാൻ ഉം. വീട്ടിൽ വേണ്ടി യുദ്ധം വേണ്ടി. ഇനി നൗഷാദൊക്കെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ കെട്ടുകളായിട്ട് സ്വീകരിച്ചോളൂ. ഞാൻ അതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. എന്ത്? വീട്ടിലെല്ലാവരും ഇങ്ങനെ ഉസ്താദിനെ ചീത്ത പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടേക്കാൻ പറ്റിയില്ല എന്നൊക്കെ. ഓഫ്. അന്ത പ്രേമം. ആരാ പ്രേമത്തിനെ പ്രേമില്ല, കുറിച്ച് പക്ഷെ ചെയ്ത്? എനിക്ക് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നു. ഓ. അതുപോലെ മുജാഹിദ് ബാലുശ്ശേരിന്റെ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഉണ്ട്. സോ അതിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, സ്ത്രീകളെ നിങ്ങളെ ഭർത്താവിനെ രണ്ടും മൂന്നും കെട്ടാൻ സമ്മതിക്കുക, അപ്പൊ നിങ്ങൾക്ക് ആ, സ്വർഗത്തിൽ ഒരു ചിപ്പി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അതെ അതെ പോയിരിക്കാന്ന്. അതെ അതെ അതെ. അതെ. അങ്ങനെയൊക്കെ അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇനി സ്വർഗത്തിൽ, എന്റെ ഭർത്താവ് സ്വർഗത്തിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നബിയുടെ പാത പിൻപറ്റി കൂടുതൽ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ദീനിന്റെ കൂടെയായപ്പോഴും നമ്മുടെ അങ്ങനില്ല. അറിവില് ഉം. നമ്മുടെ അറിവില് നബി കല്യാണം കഴിച്ചിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ പോലെ അന്നൊക്കെ വിചാരിച്ചിരുന്ന എന്താണ്, ഓരോരോ സാഹചര്യങ്ങളില് ഉം. അങ്ങനൊക്കെ കിട്ടിയതാണ്. ഉം. ഇപ്പൊ നമ്മൾ ടിപ്പിക്കൽ, ഇപ്പൊ ഉം. നമ്മൾ ടിപ്പിക്കൽ സാധനങ്ങളൊക്കെ തന്നെ എന്താണ്, ഉം. ആകെ ഒരു കന്യകേനാണ് കല്യാണം ഉം. കഴിച്ചിട്ടുള്ളൂ അല്ലെ. ഉം. അത്ര വലിയ സ്ത്രീ ഉം. താല്പര്യമുള്ള ആളായിരുന്നെങ്കിൽ എന്താ പറയാ, എല്ലാം വിവാഹിതരും. ആദ്യമായിട്ട് നബി കല്യാണം കഴിച്ച ഖദീജ ഇവിടെ ബീവി തന്നെ. എല്ലാം എടുക്കും. ആ ആദ്യമായിട്ട് ഉം. നബി കല്യാണം കഴിച്ച ഖദീജ ബീവി തന്നെ. നബിക്ക് 25 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഉം. 40 വയസ്സായ, ഉം. 2 വിവാഹങ്ങൾ കഴിച്ച, ഉം. 3 മക്കളുടെ അമ്മയായിട്ടുള്ള ഉം. ഒരു സ്ത്രീയാണ് നബി ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത്. ഉം. ആ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരുള്ളപ്പോ വേറെ കല്യാണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഉം. 6 മക്കളുടെ ഉമ്മയും ഉം. ഖദീജ ബീവി. ഉം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ള സാഹചര്യങ്ങളാണ്, പിന്നെ ഉം. ഓരോരോ സാഹചര്യങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിച്ചാണല്ലോ അങ്ങനത്തെ ആളെ. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ. ഇന്നിപ്പോ എല്ലാരും പറയുന്ന സാധനമാണ്. അതൊക്കെ നമ്മൾ ഉം. പണ്ട് പറഞ്ഞതാണ്. ഉം. ആ അങ്ങനെ. പിന്നല്ല ഉം. നമ്മളിങ്ങനെ ഓരോരോ സംഭവങ്ങള്
കേൾക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ അത് ഉം, അതിലെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തോന്നണത്. ഉം, ആ ചില ഒരു അതിന്റെ വയലൊക്കെ ഇപ്പൊ ഇങ്ങനെ പാറിപ്പറന്ന് നടന്നേന്നല്ലേ. അതായത് നബി ഒരു ഉസ്താദ് പറയാണ്, നബി ഒരു സ്ത്രീയെ ആഗ്രഹിച്ചു പോയാല് ഉം. അങ്ങോട്ട് കൊടുക്കല് കൊടുക്ക. അയാൾക്ക് ഇതാണ്. ഉം, ഒരു ഒട്ടകപ്പുറത്ത് ഭാര്യയും ഭർത്താവ് കൂടി ഇങ്ങനെ പോവാ. ഉം. അപ്പോ നബിയോടെ പറഞ്ഞു ഓളോടെ നിന്നോട്ടേന്ന്. അപ്പോ അപ്പോൾ അവിടെ നിർത്തണം. ആ അപ്പൊ അവളെ കൊടുക്കല് നബിക്ക് അയാൾക്ക് നിർബന്ധാണ്. അതിന് ആ, ആഗ്രഹിക്കാൻ പറ്റിയൊരു നബിയും ഇവര് നിന്ന് ആഗ്രഹിക്കാനും ആൾക്കാർ കൊടുക്കാനും. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങള് കേട്ടിട്ടാക്കുമ്പോ ഉം, അയ്യേ. പിന്നെ മറ്റേ സാധനം ആ, എന്നിട്ട് താൽക്കാലിക വിവാഹം ഉം. മുദ്ദ. എന്തുകൊണ്ട് അത് ഉം, നിരോധിച്ചില്ല? ഉം, ആ മുത്തവ കല്യാണം ഉം, അതുകൊണ്ട് നിരോധിച്ചില്ല ഉം, എന്നുള്ള ഒരു സാധനം. ഉം, അതായത് ഇവർക്ക് എന്തോ അതായത് ഇവർക്ക് 4 കെട്ട ഉം, അടിമ സ്ത്രീകളെ എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം. ഉം, ഇനി ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഇവരെടുക്കൽ യാത്ര പോയാല് അവിടെ ഒരാഴ്ചത്തേക്കോ ഉം, ഏഹ് ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒക്കെ വേണ്ടിട്ട് പൈസ ഉം, മഹർ എന്ന് പേര്. ഉം, ഉം. ഒരാഴ്ച കൊടുത്തിട്ട് നമ്മളെ നാട്ടിൽ പൈസ കൊടുത്തിട്ട് ഒരാഴ്ചത്തേക്ക് നമ്മൾ വേറെ പരിപാടിക്ക് പോകാൻ സത്യത്തിൽ പറയാറ്. ഉം. ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നോക്കുമ്പോ ഓഹോ Yes. അങ്ങനെ ആ, പക്ഷെ ഇങ്ങനെ മുത്തക കല്യാണം, ശരീരം ദാനം ചെയ്യലും ഒക്കെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലും നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞവരെ ഫോണിൽ സംസാരിക്കാൻ പാടില്ല. അത് ഹറാമാണ്. അതെ ഓ, അത് പാടില്ല. അത് പാടില്ല. പക്ഷെ തൽക്കാലം അത് പൈസ കൊടുത്ത് ആ ഭാര്യക്ക് പൈസ എടുത്ത് നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞവരെ സെറ്റിൽമെന്റ് ആക്കി കഴിഞ്ഞാൽ അത് ഹലാലായി. ഇതെന്താ അവർ പറഞ്ഞു അതെ തരാത്തോ? ഇവർക്ക് ശരിക്കും നമ്മളിടുന്ന് ദീൻ പഠിക്കരുന്നില്ലേ? എന്തെന്ന് അല്ല, ഇവർക്ക് ശരിക്കും നമ്മളിടുന്ന് ദീൻ പഠിക്കാന്ന്. കാരണം നമുക്ക് ഇത്രയും അതെ ഫിക്കിന്റെ കുറച്ച് അതെ. ലൂപ്പ് ഹോൾസ് അറിയാലോ. ഇപ്പൊ ഒരു പിന്നെ കപ്പിൾ എങ്ങനെ. സ്ത്രീക്ക് പകുതി ബുദ്ധിയില്ലേ ഉള്ളൂ. അതെ. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് ഒരു സംഭവത്തിന് സാക്ഷി പറയുമ്പോൾ ഉം, സ്ത്രീകളാണെങ്കിൽ 4 ആള് വേണം, ഉം, ആണുങ്ങളാണെങ്കിൽ 2 ആള് മതി. ഉം. അതായത് സ്ത്രീകൾക്കപ്പോ പകുതിയുള്ളൂ. ആണിന്റെ 2 ഉം, കുട്ടി വേണം. ഉം, അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ നമ്മളെ എന്നും താഴ്ത്തി കെട്ടിയിട്ട് നമ്മൾ പറയല്ലേ സ്ത്രീക്ക് കൂടുതൽ പദവി കൊടുത്തു ഉം, എന്നൊക്കെ. സംഭവം നമ്മളിപ്പോ ആലോചിക്കുമ്പോ കഥകള് ഓരോന്ന് മനസ്സിലാക്കുമ്പോ ഇവിടെ മുന്നുള്ള കാലത്ത് ആ ഒരു കാലഘട്ടത്തിലെ സംഭവം അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഉം, മനുഷ്യന് എങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ, എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ, അതിന്റെ ലെവലിൽ നിന്ന് പ്രവർത്തിച്ച ഉം, ഒരു ഒരു പൊളിറ്റിക്കൽ ഉം, ഒരു ഒരു റവല്യൂഷൻ തന്നെ ഉണ്ടാക്കിയ ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാം. ഉം. ഇത്രേ പറ്റിയിട്ടുള്ളൂ. അതെ. നമ്മളത് കൾട്ട് ലീഡർ. മതമായിട്ട് കാണുന്നു. ഉം, അതാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. ഉം, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃക എന്നൊക്കെ പറയുമ്പോൾ ഉം, ഈ പറഞ്ഞ പോലെ മകന്റെ ദത്തുപുത്രന്റെ മകനെ ഉം, കല്യാണം ദത്തുപുത്രന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഉം. അപ്പോ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ എന്താ പറയുന്നേ, അതായത് ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉഫ്. പുതിയൊരു ഉം, നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിയമം. അതായത് നബിയുടെ കൂടെ ഈ കുട്ടി ചെറുതായിരിക്കുമ്പോൾ മക്കയിലുള്ള കാലത്തെങ്ങാണ്ട് വന്ന് പെട്ടിട്ടുള്ള കുട്ടി അതിനെ അന്വേഷിച്ച് നബിക്ക് കൂടെ നിന്ന് അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പാരന്റ്സ് അതിനെ അന്വേഷിച്ച് വരുന്നു. അപ്പൊ അന്വേഷിച്ച് വന്ന സമയത്ത് കുട്ടി പോകാൻ കൂട്ടാക്കുന്നില്ല, നബിയുടെ കൂടെ നിൽക്കാൻ ഉം, ഇഷ്ടപ്പെടുന്നു. അപ്പോ കുട്ടിനെ വിഷമിക്കാണ്ടിരിക്കാൻ വീട്ടുകാർ തിരിച്ചു പോകുന്നു. അപ്പൊ അന്ന് കുറേശികൾക്കിടയിൽ പ്രഖ്യാപനം നടത്തുകയാണ്, ഉം, ഏ, ഇവന് ഇന്നു മുതല് മുഹമ്മദിന്റെ മകൻ എന്ന് പറഞ്ഞ് അറിയപ്പെടും. ഉം, ഏ എന്ന് പറഞ്ഞ് കുറേശികൾക്കിടയിൽ പ്രഖ്യാപനം നടത്തിയതാണ്. അന്നത്തെ ഉം, കാലത്തൊക്കെ കുറേശികൾക്കിടയിൽ ആ വാക്കിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. ഉം, അപ്പൊ അങ്ങനെ നിലനിന്നിരുന്ന ഒരു സമൂഹത്തില് ഉം, പിന്നീട് വലുതാവുന്നു, മകന്റെ ഭാര്യ മകനെ വേറെ കല്യാണം കഴിപ്പിക്കുന്നു. ഉം, പിന്നീട് ആ മകനെ ഈ ഭാര്യ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ദത്തുപുത്രൻ ഒരിക്കലും മകനാവില്ല എന്നും ഇതെന്റെ മകനല്ല എന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ട് ഉം, ആ ഭാര്യയെ കല്യാണം കഴിക്കുന്ന. ഉം, അപ്പൊ എന്താണ് നിയമം? ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദത്തുപുത്രൻ ഒരിക്കലും ഉം, ശരിക്കുള്ള പുത്രനാവില്ല എന്നുള്ള നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഉം, അതായത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എപ്പോഴാണ് അങ്ങനത്തെ ഒരു സാധ്യത വരിക? നാളെ നമ്മളും ഉം, ഒക്കെ ഒരു കുട്ടിയെ ദത്തെടുത്തിട്ട്, ആണുങ്ങളാണെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുത്തിട്ട് അതിന്റെ ഭാര്യനെ കല്യാണം കഴിക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആണുങ്ങൾക്ക് മോഹം വരുമ്പോഴല്ലേ ആ നിയമം, അതെ. അല്ലേ? ഉം, അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് ത്യാഗം ചെയ്താണത്രേ. ഉം. ഓ. അതൊക്കെ ആ ഭയങ്കര ത്യാഗം ആരും കാണാതെ പോകരുത്. മുത്തുനബിയുടെ ഒരു ത്യാഗം. അതെ.
അപ്പം, ഒക്കെ എത്ര വലിയ ത്യാഗം സഹിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ. ഉം. അപ്പൊ ഇതിങ്ങനെ ഈ മതം ഇങ്ങനെ വിടുമ്പോ കുറ്റബോധം, ഭയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പോ ഒരു ദൈവം ആ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ അതെ അതെ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നൊക്കെ കൊടുത്താലോ പറഞ്ഞു. ആ ഒരു പേടി ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ തോന്നും. ഉം. സംഭവം നമ്മളെ ഹാബിറ്റ് ആയിട്ട് മാറിയ കുറെ സാധനങ്ങളുണ്ട്. ഉം. കണ്ണടച്ച് ഉറങ്ങുമ്പോ, രാവിലെ എണീക്കുമ്പോ, ഉം. ഉം, രാവിലെ എണീച്ച് കണ്ണുറക്കുമ്പോ ഇപ്പോഴും ഉം. എല്ലാവരും ഒതിക്കറൊക്കെ ചിലപ്പോ വായിൽ വരും. അതെ അതെ, അത് എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മൾ അത്രയും ഇൻഡോക്ട്രിനേറ്റഡ് വളർന്നല്ലേ. ആ അപ്പൊ അതൊക്കെ പോവാന് ഇതാണ്. പിന്നെ ഈ മതം വേറെ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞമ്മന്റെ മതം ഇതല്ല, ഇത് ഉസ്താദുമാർ ഇത് കൊളാക്കുന്നതാണ്, അവരിത് അങ്ങനെയാണല്ലോ. കൊളാക്കുന്നത്. അപ്പൊ അതെ, അപ്പൊ എങ്ങനെയെങ്കിലും സ്വന്തം ഒരു രീതിയിൽ, ഒരു ഇസ്ലാമിക് ഫെമിനിസ്റ്റ് രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമിക് ഫെമിനിസ്റ്റ് രീതിയിലാന്ന് ചോദിച്ചാല് അങ്ങനെയല്ല. ഉം. ഈ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വാലിറ്റി ലൈൻ ഉണ്ടായിരുന്നു. ഉം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഖുറാൻ ഉം. ഖുറാൻ ഇറങ്ങിയ സമയത്ത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഉം. കുറെ സംഭവങ്ങൾ കത്തിച്ചു. ഉം. ഉസ്മാൻ റഹ്മാന്റെ കാലത്താണ് പിന്നെ അത് ക്രോഡീകരിക്കപ്പെടുന്നത്. ഹദീസുകൾ കുറെ കാലം കഴിഞ്ഞിട്ട് വന്നു. അപ്പോ ഇതിലൊക്കെ മിക്സപ്പ് ഉണ്ടാവാം. ഇപ്പോ ഉം. ഇതിന്റെ സംഭവമായിട്ട് ഞാൻ 12th പഠിക്കുന്ന കാലത്ത് ഞാൻ ഞങ്ങളുടെ മിസ്സിനോട് ഉം. ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ്, ഞങ്ങളൊന്ന് പറയുന്നു, ഐ മീൻ സുന്നികളൊന്ന് പറയുന്നു, ഉം. ഇവര് വേറൊന്ന് പറയുന്നു, ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞൊരു കാര്യമുണ്ട്. മാം അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഉം. ഗെയിം കളിപ്പിക്കുക ഉം. ചെയ്തത്. ഞങ്ങൾ ക്ലാസ്സിൽ ഒരു 38 ആളുണ്ട്. ഉം. അപ്പൊ അതിൽ ആദ്യത്തെ ആളുടെ ചെവിയിൽ നബി അല്ല, നബി എന്ന് പറയണത് ഉം. ഒരു സ്വകാര്യം പറയുന്നു. ആഹ് എന്നിട്ട് അതങ്ങ് ഉം. പാസ് ചെയ്ത് 38ാമത്തെ ആളോട് ചോദിക്കുമ്പോൾ ഉം. അത് വേറെ ഒരു കാര്യം, മാം പറഞ്ഞ കാര്യമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമുണ്ട്. ഉം. പറഞ്ഞു ഇങ്ങനെയാണ്, ഉം. അതായത് നമ്മൾ ആളുകൾ കൈമാറി പോകുമ്പോൾ വന്ന മാറ്റം കണ്ടില്ല, ഉം. അതുപോലെ 1500 വർഷം ഏകദേശം പഴക്കമുള്ള ഒരു സംഭവമാണ്. ഉം. ഒരുപാട് തലമുറകളിലൂടെ, ഉം. ഒരുപാട് സംസ്കാരങ്ങളിലൂടെ, ഉം. ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ ഉം. കൈമറിഞ്ഞ് വന്ന ഒരു സാധനമാണ് നമ്മളിലുള്ളത്. ഉം. ഇതിൽ ഒരുപാട് സാധനങ്ങൾ മിക്സ് ആയിട്ടുണ്ടാവും. ഉം. നമ്മളൊരു 10 ആള് ചെവിയിൽ പറഞ്ഞ സാധനം മാറുവാണെങ്കിൽ തലമുറകൾ എന്തൊക്കെ സംസ്കാരങ്ങളിലൂടെയും ഉം. എന്തൊക്കെ ഇതിലൂടെ കഴിഞ്ഞു വന്നതാണ്. ഉം. അതിൽ കുറെ കാര്യങ്ങൾ മിക്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് ആലോചിക്കുക, ശരിയായിരിക്കും നമുക്ക് ഇത് ഖുറാനും ഹദീസൊക്കെ നിലവിലുണ്ട്, ഉം. നമ്മൾ വായിക്കുക, ആരും പറഞ്ഞത് കേൾക്കണ്ട, നമ്മൾ ആലോചിച്ച് നമുക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ ചെയ്യുക ഉം. എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നീട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും, ഉം. ഇതിങ്ങനെ ആയിരിക്കില്ല, ഈ പറഞ്ഞ പോലെ നമ്മളത് നന്നാക്കാനാണല്ലോ നോക്കുക. അങ്ങനെയൊക്കെ കുറെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഉം. പോലെ പഠിച്ചോണ്ടായിരിക്കും, ഉം. നബി ഇങ്ങനെ ഇവര് പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല ഉം. പറഞ്ഞിട്ട് നമ്മള് ഇതിനോടൊക്കെ നമുക്ക് എതിർപ്പ് തന്നെയാണ്. ഉം. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ഉം. ഇത് നബി പറഞ്ഞതായിരിക്കില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉം. ആയിരിക്കും എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊന്ന് നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതൊന്നും ഉം. ശരിയായിരിക്കില്ല, അത് ഇങ്ങനെ ഉം. അല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറച്ചൊക്കെ നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. നൈസായിട്ട് ആ വെളുപ്പിക്കാനൊക്കെ എങ്ങനെങ്കിലും വെളുപ്പിച്ച് നമുക്ക് പാകപ്പെടുത്തി വെള്ളമൊഴിച്ച് സ്വീകരിക്കാൻ നോക്കിയിട്ടുണ്ടല്ലേ? ഉം. ഉം. നമുക്ക് പകപ്പെടുത്തല് ഒരുപാട് അതിനങ്ങനെ ന്യായീകരിക്കാൻ തന്നിട്ടില്ല. ഉം. പക്ഷെ അത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. അതെ. ഏയ്, ഉം. അങ്ങനെ ഒരു പോസിബിലിറ്റി നബി അങ്ങനെ ചെയ്യൂ ഉം. എന്ന് പറയുന്ന ഒരു സാധനം അതെ. അത് ശരിക്കും ഉണ്ട് എന്ന് നമുക്കറിയുമ്പോൾ വിഷമം തന്നെയാണ്. ഉം. അപ്പൊ അങ്ങനെയാണ് നമ്മളെ പറഞ്ഞല്ലോ, സാധാരണ ഒരു മുസ്ലിം ആയിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കും, ഇതങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട്, ഉം. നമ്മളിപ്പോ ഇങ്ങനെ ജീവിക്കുന്ന പോലെ ജീവിക്കാല്ലേ. സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സാധാരണ പോലെ അങ്ങ് ജീവിക്കുമ്പോൾ ഉം. പ്രശ്നമില്ലല്ലോ, അപ്പൊ ഉം. അങ്ങനെ ജീവിച്ചു പോവുക, കൂടുതൽ തികയാനൊന്നും പോണ്ട ഉം. എന്നൊക്കെ പറയുന്നവരാണ് അധികം. ഉം. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. ഉം. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്കത് കൂടുതൽ ബാധിക്കുന്നത്. അതെ. ഞാൻ അത്രയും നമ്മള് ഒരു ഒരു ചതിക്കപ്പെട്ട പോലെ അതെ. ഒരു ആത്മാർത്ഥത ഫീൽ. കൂടിയിട്ട് ചതിക്കപ്പെട്ടപ്പം പിന്നെ അത് ആ ബാക്കിയുള്ളവർക്ക് അത്ര ആരൊക്കെയോ നമ്മള് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ട് ചതി അവര് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. ഏഹ് അല്ല, ബാക്കിയുള്ളവർക്ക് അത്ര ആത്മാർത്ഥത ഇല്ല ഉണ്ടാവില്ല. ഉം. ഇല്ല, അവരെന്നും ഒരേപോലെ ഇരുന്ന് അതെ. ഇങ്ങനെ നിസ്കരിക്കും, പോവും, അവനവന്റെ കാര്യങ്ങൾ ചെയ്യും, ഉം. വല്ലാണ്ട് തല പുകയാനോ ഉം. വല്ലാണ്ട് അള്ളാടെ പ്രിയപ്പെട്ടതാവാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. ഉം. നിസ്കരിക്കാൻ നോമ്പൊക്കെ ചാവടിക്കുക, അവനവന്റെ പണികൾ ചെയ്യുക, ഉം. ഇങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുന്നത്. ഉം. അവർക്ക് അവരെ ബാധിച്ചിട്ടില്ല. എന്തൊക്കെയോ നടക്കണത്, ആരൊക്കെയോ പറയണത്, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതെ. അവരാണ് ജീവിക്കുന്നത്. ഉം. പക്ഷെ അപ്പൊ നമ്മൾ അങ്ങനെ ഉം. ഇരുന്നില്ല. അതെ. ഞാന് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഞാൻ ഉമ്മു കുൽസിനോട് തിരിച്ചു ചോദിക്കുക. കാരണം നമ്മൾ രണ്ടുപേരും മാസ്കിലാണ്.
എന്നോട് മാസ്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പിടിച്ച് തിന്നോ, അല്ലെങ്കിൽ മാസ്ക് ഇട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? ഉമ്മുക്കുൽസ് അതിന് ഉത്തരം പറയണം. മാസ്ക് ഇട്ടിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇത് ആൾക്ക് വീട്ടുകാരുണ്ട പ്രശ്നമാവോ, നാട്ടുകാരുണ്ട പ്രശ്നമാവോ? എന്താണ് പ്രശ്നമാണ്. മാസ്ക് ഇടാനുള്ള കാരണം? മാസ്ക് ഇട്ടാ പ്രശ്നമാണ്. ഒന്നാമത് വീട്ടുകാർ കണ്ടാ ഭയങ്കര സീനാവും. ഉം. ഏഹ് കാരണം പിന്നെ എല്ലാവർക്കും ഒരു അഭിമാന പ്രശ്നം ഉണ്ടല്ലോ. ഉം. അപ്പോ നാട്ടില് എല്ലാവരും നമ്മളെ കാണുന്നത്, ഉം. നമുക്കാണെങ്കിലും നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, എല്ലാവരും മുന്നിലും ഇങ്ങനെ ഒരു പ്രഖ്യാപിച്ചിട്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നിലനിൽപ്പിന്റെ നമ്മളെ ഒരു നമ്മളെ ആവശ്യം. കംപ്ലീറ്റ് മാറും. നമ്മളെ കുറിച്ച് ഉം. പിന്നെ ഏഹ്, എല്ലാം മാറും. ഇതുവരെ നമ്മളെ അതെ. കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നതോ പിന്നെ എവിടെയും പോകാൻ പറ്റാതെയാവും. ഉം. വീട്ടിൽ കയറ്റാൻ പറ്റാൻ പറ്റാണ്ടാവും. ഉം. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പം എല്ലാവർക്കും അതിനുള്ള മറുപടി കിട്ടി എന്ന് വിചാരിക്കുന്നു. അത് ഇസ്ലാമിന്റെ ടോക്സിസിറ്റി അത്രയുണ്ട്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഒരു എക്സ് ഹിന്ദുവിന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എക്സ് ഇല്ല. ബുദ്ധിസ്റ്റിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യേണ്ടി വരുന്നതിൽ തന്നെ ഇതൊരു ടോക്സിക് ആണെന്നുള്ളത് മനസ്സിലാക്കാലോ. അല്ലെങ്കിൽ നമുക്കിപ്പോ മുഖം കാണിക്കാതെ കഷ്ടപ്പെട്ട് മാസ്ക് ഇട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലേ? അതെ. ഇത് സംഭവം എന്താ വെച്ചാലേ ഞാൻ ഉം. പറഞ്ഞല്ലോ നമ്മുടെ ലൈഫില് എല്ലാ എല്ലാ കാര്യത്തിലും, അതായത് ഉം. ഞാനൊക്കെ രാവിലെ എഴുന്നേക്കുന്ന മുതൽ ഉം. ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ നിസ്കരിക്കാൻ നോമ്പോക്കൽ മാത്രമല്ല നന്മ, ഉം. ഐ മീൻ കുരി മേടിക്കാനുള്ള സാധനം എന്ന് പറയുന്നത്. ഉം. അതായത് നമുക്ക് പറ്റുന്നതല്ല. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വലതുവശം ചേർന്ന് ഉം. എഴുന്നേൽക്കുമ്പോൾ നീയത്താണല്ലോ. ഉം. ഇന്നമല്ലാമാലു ബിന്നിയാത്ത് എന്നാണ്. ഉം. എല്ലാ നന്മകളും സ്വീകരിക്കപ്പെടുന്നത് നിയത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഉം. അപ്പൊ രാവിലെ വലതുവശം ചെരിഞ്ഞ് എഴുന്നേൽക്കുന്നു. അപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഉം. ഇതെന്റെ നബി പറഞ്ഞതാണല്ലോ. നബി പറഞ്ഞ നബിയുടെ വാക്ക്, പ്രവൃത്തി, ഉം. മൗനാനുവാദം എല്ലാം സുന്നത്താണ്. എല്ലാത്തിനും നമുക്ക് പ്രതിഫലമുണ്ട്. ഉം. രാവിലെ എഴുന്നേൽക്കുന്നു, ബാത്റൂം പോകുന്നു, ബാത്റൂം പോകുമ്പോൾ ഇടത് കാല് വെച്ച് കയറുന്നു. ഉം. നബി പറഞ്ഞാണല്ലോ, എനിക്ക് ഉം. കൂലിയുണ്ട്. ഉം. പല്ല് തേക്കുന്നു, നബി പറഞ്ഞാണ്, കൂലിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ചെരുപ്പിടൽ മുതൽ ഓരോന്നും നബി എങ്ങനെ പറഞ്ഞു, ഉം. അങ്ങനെ ചെയ്താൽ നമുക്ക് പുണ്യാണ്. ഉം. അപ്പൊ നമ്മുടെ ഒരു നിസ്കാരം നോമ്പും അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എണീക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാം ഉം. നമുക്ക് പുണ്യം വാങ്ങാനുള്ള ഒരു ഉം. ഇതാണ്. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണ് മതം. ഒരു ടോട്ടാലിറ്റേറിയൻ കൾട്ട്. യാ. അത് ഉം. വേറെ മതങ്ങളിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഉം. നമ്മൾ ഇരിക്കുന്നത്, എഴുന്നേക്കുന്നത്, ഉം. ഭക്ഷണം കഴിക്കുന്നത് മുതല് കക്കൂസിൽ പോകുന്നത്, ആ കാറിൽ കയറുന്നത്, അതെ, അവസ്ഥ. എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഉം. ഒരു മതം ഇല്ലല്ലോ. അപ്പൊ ഉം. നമുക്ക് എല്ലാത്തിലും നമുക്ക് നബി എന്ത് പറഞ്ഞു, എങ്ങനെ എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ഉം. ആലോചിക്കാൻ പറ്റും. ഈ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഗേൾസിന്, അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയിട്ടുള്ള യുവതികളെ പറ്റിയിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്, അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? പൊതുവെ ആളുകൾക്ക് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, മതമാണ് ഒരാളെ നന്മകളെ തിന്മകളിൽ നിന്ന് ഉം. വേർതിരിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഉം. മതം ആണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത്. ഉം. ദൈവത്തെ പേടിച്ചിട്ടാണ് മനുഷ്യൻ നന്നായിട്ട് നടക്കുന്നത്. ഉം. മതം ഉപേക്ഷിച്ച ഒരാളെന്ന് പറയുന്നത് പിന്നെ എന്ത് തോന്നിവാസം ആവാം. ഉം. എന്ത് ഉം, എന്ത് നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത നമുക്കുള്ള ഒരു നന്മകളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്ത് ഉം. എന്ത് എന്ത് തെണ്ടിത്തരവും ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഉം. മതം ഉപേക്ഷിക്കുന്നത്. പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. ഉം. അപ്പൊ മതമില്ലാത്ത ഒരാളെ പിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു സംഭവം എന്നുള്ളൊരു ആണ്. ഒരു ഒരു എന്റെ അനുഭവത്തിൽ ഉം. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അനുഭവം കൊണ്ട് ഇതിലേക്ക് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും നേരിട്ടുണ്ടോ ഈ മതം വിട്ടതുകൊണ്ട്? ഭീഷണി ആവാൻ ഞാൻ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ അറിയില്ല. പക്ഷെ ഉം. എന്റെ സ്റ്റാൻഡ് ഇപ്പൊ വീട്ടിലും എല്ലാവരും കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉം. അതിന്റെ പേരില് പ്രശ്നങ്ങളുണ്ട്. ഉം. അതായത് ഇത് തന്നെയാണ് ഇപ്പോ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉം. ഒക്കെ കേട്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. അതായത് എന്നോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. ഉം. അതായത് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മളെ വിശ്വാസമായിരുന്നു. ഉം. ഒരാളെ സത്യം ചെയ്ത് പിന്നെ അടുത്തൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഉം. നിന്നോടൊരു കാര്യം പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കാൻ പറ്റാതെയായി. ഉം. മുന്നൊക്കെ പറയാൻ സത്യമായിട്ടും പഠിച്ചവനെ ഉം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല, നീ അങ്ങനെ ചെയ്യില്ല. ഉം. കാരണം പഠിച്ചവനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അതിന്റെ പ്രത്യേകിച്ച് ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഉം. ഇപ്പൊ എനിക്ക് ആ ഒരു സാധ്യത പോലും നഷ്ടപ്പെട്ടു. ഉം. ഞാൻ ആരെ പിടിച്ച് സത്യടിപ്പിക്കും. അങ്ങനെ സത്യം എടുപ്പിക്കണമെങ്കിൽ നിങ്ങളൊരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത മനുഷ്യനല്ലേ? അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ടൈപ്പാണ്. കാരണം നാളെ ചെയ്യാം ഇൻഷാല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നാളെ വരലുണ്ടാവില്ല. പക്ഷെ ഒരാൾ നമ്മുടെ അടുത്ത് പറയാം, ഓക്കെ ഞാൻ നാളെ ഈ സംഭവം കൊണ്ടുവന്നിരിക്കും എന്ന് പറയണമെങ്കിൽ ഒരാൾ നാളെ കൊണ്ടുവരും ചിലപ്പം. ഇൻഷാല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് തന്നെ പറയാം, ഞാൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല,
അപ്പൊ അതൊരു ശരിക്കും വളരെ ലേസി സംഭവങ്ങളാണ് പൊതുവെ ആൾക്കാർ യൂസ് ചെയ്യാറുള്ളത്. ഇൻഷാല്ലാ ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പിന്നെ സത്യം അള്ളാണ് സത്യം എന്നൊക്കെ പറയും, എന്നിട്ട് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻഷാല്ലക്ക് 40 വർഷത്തെ ആയുസുണ്ടെന്ന് പറയണവരുണ്ട് കേട്ടോ. എന്നിട്ട് കാണുന്നില്ലല്ലോ, ഫുൾ പറ്റിക്കലാണല്ലോ. ഇൻഷാല്ല പറഞ്ഞ 40 വർഷം വരെ സമയമുണ്ട് അത്രേ, അങ്ങനെ പറയണവരുണ്ട്. ഓ, 40 വർഷം വരെ വാലിഡിറ്റി ഉണ്ടെന്ന്. ഓ, ആ അങ്ങനെ. ആ എന്നാ ഈ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. എനിക്കറിയില്ല കേട്ടോ അതിന്റെ എന്താ പറയുക നിയമപരമായ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട്, നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കും. കാരണം ഇൻഷാല്ലാ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഓരോന്ന് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടൊന്നും അവര് ചെയ്തു തന്നതായിട്ട് എനിക്ക് അനുഭവമില്ല. ഉം. പക്ഷെ ഈ ഒരു എന്താ പറയാ, ആണുങ്ങൾ മതം വിടുമ്പോഴും പെണ്ണുങ്ങൾ മതം വിടുമ്പോഴും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഡിഫറൻസ്. ആണുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മതത്തിൽ നിൽക്കുന്നതാണ് പ്രിവിലേജ്. അതെ അതെ. അതെ, കാരണം അവർക്ക് എന്തൊക്കെ ചെയ്യാം. ഉം. പെണ്ണുങ്ങൾക്കാണ് മതം കൂടുതൽ പ്രശ്നം, ആണുങ്ങൾക്ക് സൗകര്യമാണ് സത്യത്തില്. അതെ, കുറച്ച് നിസ്കരിക്കണം, കുറച്ച് നോമ്പൊക്കണൊക്കെ ഒന്നും അത് ഉണ്ടാവും. ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ആ തൗബ ചെയ്താലും കുഴപ്പമില്ല. അതെ അതെ, ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ആണുങ്ങൾക്ക് എന്താ, പെണ്ണുങ്ങളെ അവരെ ഇതിൽ വരുതി നിർത്താം, ഉം. പറഞ്ഞതൊക്കെ അനുസരിപ്പിക്കാം, നാലെണ്ണം കെട്ടാം, ഉം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതെ. നിയമങ്ങളാണെങ്കിലും സ്വത്തിന്റെ കാര്യമാണെങ്കിലും ഉം. എല്ലാം അങ്ങനെയാണല്ലോ. ഉം. അത് കഴിഞ്ഞാൽ പിന്നെ അത് മതം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആണിനും പെണ്ണിനും ഇപ്പൊ എന്താ പറയാ പ്രോപ്പർട്ടി അങ്ങനെ പണത്തിന്റെ കാര്യം കാര്യങ്ങളൊക്കെ വരുമ്പോ ഉം. ഒരേപോലെ ഒക്കെ ആയി പോകും. അതെ. അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ആണിനാണ് കൂടുതൽ. ഉം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആണെന്ന് അതെ പറയുമ്പോൾ ഒരു പ്രിവിലേജ് ഉണ്ട്. അതെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മതം വിട്ട ആണുങ്ങളോട് കുറച്ച് റെസ്പെക്ട് കൂടുതലാണ്, ഒരു ലോഡ് റെസ്പെക്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കും. കാരണം അവരെ പ്രിവിലേജ് ഒക്കെ വിട്ട് വന്നാണല്ലോ. നമുക്കിത് ഒഴിവാകുന്നതാണ് ഏറ്റവും വലിയ, തലയിൽ ഒരു ട്യൂമർ ഒഴിവായ പോലെയാണ് അല്ലേ. അതെ അതെ, അപ്പോൾ അതിന് നമുക്കാണ് അതിൽ കൂടുതൽ. ഉം. എന്താണ്. അല്ല, നമുക്കാണ് അതിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ്. ഇവൻ ഒരു അതെ പെർഫ്യൂം അടിക്കാൻ വരെ പാടില്ലല്ലോ. അതെ, അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ മതം വിട്ടതിന് ശേഷം ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈഫ് നമ്മളെ സ്റ്റൈലിൽ സൈക്കി എന്തെങ്കിലും ചേഞ്ച് വന്നുണ്ടോ? ആറ്റിറ്റ്യൂഡ്സ് ആവാം, ബിഹേവിയർ എല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം എല്ലാതും. എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ കൂടെ കുറെ കൂടെ ഫ്രീ ആയി. ഉം. നമ്മളൊരു എപ്പോഴും വിഷമിച്ചൊരവസ്ഥയാണ്. ഉം. അതായത് വെച്ചാല് നമ്മളൊരു മഹാപാപിയാണ്. ഉം. നമ്മളെപ്പോഴും എന്തോ തെറ്റ് ചെയ്ത ആൾക്കാരെ പോലെ ഉം. പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കും. ഉം. എല്ലാ ദിവസവും മരണത്തെക്കുറിച്ച് ഓർക്കാതെ ഉറങ്ങൂല. ഉം. അതായത് എന്ന് മരിക്കും അറിഞ്ഞൂടാ. ഉം. അപ്പൊ മരിക്കുമ്പോ നന്നായിട്ട് മരിക്കണമല്ലോ. അപ്പൊ ഉം. കിടന്ന് ഉം. എല്ലാ ദിവസവും നമ്മൾ കിടന്ന് കബറിൽ കിടക്കുന്ന സാധനം ഇമാജിൻ ചെയ്യണം. ഉം. അങ്ങനൊക്കെ പറയുക വയലിൽ കേട്ടിട്ടുണ്ട്, അതെ അതെ. നമ്മളെ കൂടുതൽ ഉള്ളവരാക്കാൻ ഉം. വേണ്ടിയിട്ട്. അങ്ങനെ കിടന്ന് കബറിൽ കിടക്കുന്ന അവസ്ഥ ഒക്കെ ഇങ്ങനെ കണ്ണടച്ചാലേക്കും. ഉം. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് നമ്മൾക്കൊരു പേടിയാണ് മനസ്സിൽ. ഉം. ശിക്ഷനെ കുറിച്ച് ഉം. എന്തായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫുൾ ഇതൊക്കെ വിട്ടു. അപ്പൊ നമ്മള് ഫ്രീ ആയി, അങ്ങനത്തെ ഉം. പേടിയും സംഭവങ്ങളൊന്നുമില്ല. ഉം. അങ്ങനെ മറ്റേ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പേടിയല്ലേ. ഉം. ആ ഒരു വ്യത്യാസമുണ്ട്, കുറെ ഫ്രീ ആയി. ഉം. അങ്ങനെ. അപ്പം ഇപ്പം എനിക്ക് പിന്നെ ഒരു യാത്ര ഉം. ഒക്കെ പോകുമ്പോ ഒരു ആ. യാത്രയൊക്കെ പോകുമ്പോ ഒന്നുമില്ലാതെ ഞാൻ ഉണ്ടാവില്ല. ഉം. ഒന്നുമില്ലാതെ മരിച്ചു പോയാലോ, ഉം. എപ്പോഴും എനിക്ക് ഒന്നുണ്ടാവും. അത് ഉം. എന്റെ കൂടി പ്രത്യേകത കേട്ടോ. ഞാൻ ഉം. കേട്ടതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഉം. ഞാൻ ജീവിച്ചത് വെച്ചിട്ടുള്ള കാര്യം പറയാണ്. ഉം. എനിക്ക് ഒന്നുണ്ടാവും. ഉം. എപ്പം മുറിയുമ്പോഴും ഞാൻ പോയി ഒന്നു കൊടുക്കും. ഉം. അപ്പോ അള്ളാ. ഒരു യാത്രയിലാണെങ്കിലും ഉം. ഒന്നുമൊക്കെ എടുത്തിട്ടാണ് എന്തെങ്കിലും കണ്ണെഴുതുകയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുക. കാരണം ഉം. ഒന്നും മുറിയാതെ നമസ്കരിക്കാനൊക്കെ ഇവിടെ നിന്നോർത്ത് നിസ്കരിക്കാൻ പറ്റണ്ടേ. ഉം. ഓരോരുത്തരാണ് പുറത്ത് പോവുക, പോക്കറ്റിൽ എപ്പോഴും ഒരു മുസല്ല ഉണ്ടാവും, ഉം. എപ്പോഴും നിസ്കാര സമയം കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരാൾക്ക് കൈ കൊടുക്കില്ല, ഓ. കേൾക്കാൻ ഉം. കൊടുക്കില്ല, ഒന്ന് മുറിയും. ഞാൻ ഒരുപാട് ആൾക്കാരെ കൈ നീട്ടിയിട്ട് എനിക്ക് തരാൻ പാടില്ല എന്റെ കൈ. പൊന്നെ, വെറുപ്പിസ്റ്റ് പ്രോമാക്സ് ആയിരുന്നല്ലേ. അപ്പൊ ആ സമയത്ത് മറ്റേ നിക്കാബ് ഒക്കെ ഉണ്ടായിരുന്നോ, എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് കണ്ണ് മാത്രം, അല്ലെങ്കിൽ ഫുൾ അപായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്? അപായം ഉണ്ട്, പക്ഷെ നിക്കാബൊന്നും ഞാൻ ഇട്ടിരുന്നില്ല. ഉം. ഞാൻ അപായങ്ങൾക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഉം. ഞാൻ ആ, ഞാൻ ഡ്രസ്സിങ് ആയാലും അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ ഉം. അങ്ങനെ ഒരുപാട് സ്റ്റൈൽ ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇടില്ലായിരുന്നു. ഉം. ഞാൻ ചുരിദാറ്, ഉം. അപായ, ഉം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ജീൻസ് പോലും ഞാൻ ഉം. ഇടൂലായിരുന്നു. അതൊക്കെ മാറി, ഉം. ഡ്രസ്സുകളിൽ മാറ്റം വന്നു. ഉം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തട്ടുണ്ടെങ്കിലും ഡ്രസ്സൊക്കെ സ്റ്റൈൽ ഡ്രസ്സുകളൊക്കെ ആയി. ഉം. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല.
കല്യാണങ്ങൾക്ക് ഒരു അബായൊക്കെ ഇട്ടിട്ട് നടന്നിരുന്നത്. ഉം. പിന്നെ അതൊക്കെ മാറി. അതെ, അബായ ഡ്രസ്സിങ് ഇടാനും എളുപ്പല്ലേ, കാരണം ഇത് ഇങ്ങോട്ട് നമ്മൾ ഒരുങ്ങേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് ഇടുക പോവുക, എളുപ്പല്ലേ. അതെ. ഉം. പിന്നെ നമ്മളെ മാമന്റെ എളുപ്പം ശീലിക്കും. വീട്ടിലുള്ളവരൊക്കെ കളിയാക്കും. എന്ത്. വീട്ടിലുള്ളവരല്ല, മാമൻ അങ്ങനെയുള്ള ഉം. അബായ ഇഷ്ടമില്ലാടാത്തവരൊക്കെ ഉണ്ട്. എന്റെ മാമനൊന്നും ഇഷ്ടമൊന്നുമില്ല. അവര് ഉം. കുളിക്കാത്ത മടിയുള്ളവർക്കുള്ള സാധനമാണ്. അതെ, അത് സത്യാണ്. അല്ലേ, കാരണം ഒരു മണക്ക് വരും ബസ്സിലൊക്കെ നിൽക്കുമ്പോ. അതെ. ഉം. അപ്പൊ അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സുന്നി ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉം. ഡ്രസ്സിങ്ങിലൊന്നും ഉം. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉം. ജീൻസ് ടൈറ്റുള്ള കൊണ്ടാനൊക്കെ ഉം. ഇഷ്ടമല്ലായിരുന്നു. ഉം. പക്ഷെ എന്നാലും അങ്ങനെ മസ്ത് തന്നെ കുത്തണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഉം. ഞാൻ ചെന്ന വീട്ടിലാണെങ്കിലും അവരൊക്കെ ഭയങ്കര തട്ടം പോലും ഇടാതെ നടന്നിരുന്ന മനുഷ്യന്മാരെ മുഴുവനും ഞാൻ ഹിജാബിലോട്ട് കയറ്റി. ഉം. ലാസ്റ്റ് പിന്നെ തറാവീഹിന്റെ ഇമാമ ഇറക്കാൻ ഞാനായിരുന്നു. ഓ എന്റെ പൊന്നെ, അപ്പൊ നമുക്ക് പള്ളി പോയിക്കൂടെ? അതില്ല, നമ്മുടെ സുന്നി അവിടെ പള്ളിയൊന്നുമില്ല. സുന്നികൾ ആ സമയത്ത് സുന്നി ആയതുകൊണ്ട് പള്ളിയിലൊന്നും പോയില്ലല്ലേ. എന്നിട്ട് അപ്പൊ കുറെ തറാവി സൂറത്തുൽ ബക്കറ ഓതി ഉറപ്പിക്കുമായിരുന്നു ആ സമയത്ത്. ആ അതൊന്നുമില്ല. നമുക്ക് അത്ര തറാവീഹൊക്കെ എത്തിയിട്ടില്ല. 20 റക്അത്തുണ്ടല്ലോ. ഉം. അപ്പൊ ചെറിയ നമ്മള് ശീലിച്ച മറ്റേ ഇവിടെ മുതല് താഴെ മുതല് തെക്കനേക്കൽ ട്രൗസർ മുതൽ ആ അങ്ങോട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരും. ഉം. അങ്ങനെ. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാവരും സംശയം ചോദിക്കുന്നതൊക്കെ എന്നോടാ. ഉം. ഇന്ന സംഭവം ഉണ്ട്, എന്താ നമുക്ക് ചെയ്യാം, ഇസ്ലാമികമായിട്ടുള്ള എന്ത് സംശയങ്ങളും എന്റെ അടുത്ത് വന്ന് ചോദിക്കും. അതിപ്പോഴും ചോദിക്കാട്ടോ. ഇപ്പൊ ഉമ്മുകുൽസിനെ വിളിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഇസ്ലാമികപരമായിട്ടുള്ള സംശയങ്ങൾ ഇപ്പം ചോദിക്കാം, കാരണം ആ നോളജ് ഇപ്പോഴും ഉണ്ട്. സംഭവത്തിൽ വിശ്വാസമില്ല എന്നുള്ളൂ, അല്ലേ. അപ്പൊ എല്ലാരും ഉം. അങ്ങനെ ചോദിക്കും, ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം. അപ്പൊ അവര് നിയമം ശരിക്കും ഞെട്ടിയിട്ടുണ്ടാവും അല്ലേ, കാരണം ഇത്രയും അറിയില്ല, വിശ്വാസത്തിന്റെ ഖുറാന്റെ എല്ലാവർക്കും ഒന്നും നടുപ്പേജ്. അറിയില്ല. അല്ല, അറിയുന്ന ആൾക്കാർ ഞെട്ടൂല എന്തായാലും, ഒരു വൻ ആ, ഞെട്ടലായിരിക്കുമല്ലോ ഈ നടുപ്പേജ് എങ്ങനെ ആ. ലാസ്റ്റ് പേജ് ആയി എന്നുള്ളത്. അത് ഞെട്ടല് ചെണ്ട ഒരു പ്രോസസ്സ് അവർ കാണുന്നുണ്ട്. ഉം. ഞാൻ ഇതിന്റെ ഉള്ളിൽ ചത്തവിടുന്നതന്നല്ലേ. ഉം. അപ്പൊ പതുക്കെ പതുക്കെ എന്താണ് പടിഞ്ഞാറൊക്കെ കണ്ടിട്ട് പറയല്ല, ഉം. അല്ലെങ്കിൽ പുറത്തൊന്നുമില്ലേ, ഉം. ഖുറാനൊക്കെ എടുത്തിട്ട് ഓദിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. ഉം. നമ്മളിതൊക്കെ പറ്റത് അങ്ങനല്ല. മരബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സൂറത്ത്, ഉം. സജദ, മുൽക്ക്, യാസീൻ എന്നൊക്കെ പറഞ്ഞിട്ട് 5 സൂറത്തുകളുണ്ട്. ഉം. അത് 5 ഓതും. ഉം. പിന്നെ ശാസ്കരിക്കും. ഉം. അങ്ങനൊക്കെ ഒരു ഭയങ്കര ചിട്ടമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇടയ്ക്ക് തഹജ്ജുദ് നിസ്കരിക്കും. ഉം. ആ, സുബിക്ക് മുന്നെണിക്കും. ഉം. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ബാങ്കിന് വേണ്ടി കാത്തിരിക്കും. ഉഫ്. എന്നിട്ട് ബാങ്ക് കൊടുക്കും, എന്നിട്ട് നിസ്കരിക്കും. ഉം. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആള് പിന്നെ തോന്നിയ പോലെ ആകുമ്പോ ഇതൊക്കെ എല്ലാവരും കാണുമല്ലേ. ഉം. അതിന് മാത്രം പ്രഹസനം കാണിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. അതെ. അല്ലെങ്കിൽ പുറമേക്ക് അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുമല്ലോ, ഇത് പുറമേ എല്ലാരും പോയി എൻ ഒരു എച്ചിലൊക്കെ പോയി അഴകുഴമ്പം ഒളിപ്പിച്ചു. പോലെ പോവായിരുന്നെങ്കിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. അതല്ല, ഞാൻ ഭയങ്കര സീനായിരുന്നു. അപ്പൊ ഈ ഈ എന്റെ ഫൈനൽ കൺക്ലൂഷനിലോട്ട് ഞാൻ വരികയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറെ ഗേൾസ് ഉണ്ടാവില്ലേ, എന്ന് വെച്ചാൽ കുറെ എക്സ്ട്രീമായി ചെറുതായിട്ട് ഇസ്ലാമിനെ ഡൗട്ട് ഒക്കെ ചെയ്തു തുടങ്ങുന്ന ആ ഗേൾസിനോട് എന്താ പറയാനുള്ളത്? അവർക്കൊരു ഉപദേശം പോലെ എന്താ പറയാനുള്ളത്? പഠിക്കാന് ശരിക്കും ഓപ്പൺ ആയിട്ട് ശ്രമിക്കുക. ഉം. നമ്മളൊരു കാര്യം കേൾക്കുമ്പോ ഉം. നമ്മളിപ്പോ എപ്പോഴും കാണുന്നതാണ്, നമ്മളിപ്പോ ഉം. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സംഭവമാണ്. ഉം. എല്ലാവരും എല്ലാം കേൾക്കുന്നൊക്കെ ഉണ്ട്. ഉം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ പറഞ്ഞ പോലെ ഉപേക്ഷിക്കാനൊന്നും നമ്മൾ പറയണില്ല. ഉം. പക്ഷെ കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കുക, ഉം. മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടാവുക. ഉം. നമ്മൾ എന്ത് പറയുമ്പോഴും അന്വേഷിക്കുക പോലും ചെയ്യാതെ ഉം. അതിനങ്ങ് വിമർശിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഉം. കഴിഞ്ഞ ദിവസം ഒരു കമന്റിനൊക്കെ മറുപടി ഉം. വന്നതാണ്, കുട്ടികളെ വിവാഹത്തിന് സ്ത്രീകളുടെ അനുവാദം വേണം, ഉം. കൺസെന്റ് വേണം എന്നുള്ളത് നബി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഉം. അനുവാദം ഇല്ലാത്തൊന്നും സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. 18 വയസ്സായ കുട്ടീനെ കല്യാണം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉം. ആ കുട്ടി സമൂഹത്തോട് കൂട്ടിയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉം. സംഭവം. ഉം. പക്ഷെ അതിന്റെ കൂടെ സംഭവം 18 വയസ്സായ കുട്ടിയോട് ചോദിക്കുന്നുണ്ടാവും. ഉം. പറ്റില്ല എന്ന് പറഞ്ഞാലും എല്ലാവരും കൂടെ സമ്മതിപ്പിക്കുകയാണ് നടക്കുന്നത്, ഒന്നാമത്തെ അതെ. കാര്യം. ഉം. പിന്നെ എന്ന് പറയുന്നത് ഇതിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹം ഐ മീൻ ഇപ്പോഴല്ലേ 18എങ്കിലും ആയത്. ഉം. ചെറുപ്പത്തിൽ 14ലും അതിനും ചെറുപ്പത്തിൽ ശൈശവ വിവാഹങ്ങൾക്കൊന്നും ഉം. സമ്മതം ആവശ്യമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉം. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല ഉം. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഉം. അതിനെ ന്യായീകരിക്കുകയാണ്. ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടിക്ക് എന്താ പറയാ, വിവാഹം ക്യാൻസൽ ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ. ഉം. വിവാഹം ക്യാൻസൽ ചെയ്യാനുള്ള അവസരം എപ്പോഴാണ്? അയാൾ ഉപദ്രവിക്കണം, ഉം. അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം, അല്ലെങ്കിൽ ചെലവിന് കൊടുക്കല്, ക്യാൻസൽ ചെയ്യുക. ഉം. അതായത് കുട്ടി അനുസരിച്ച് എല്ലാ അനുസരണയോട് കൂടി ജീവിച്ചിട്ട് അയാൾ എന്തെങ്കിലും ഉം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ കുട്ടിക്ക് അതിനെതിരെ ഒരു ഉം. ഇത് പറയാനുള്ള ഒരു ഇതുള്ളത്. ഉം.
അങ്ങനെ എന്തോ ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ഉം, അപ്പോൾ ഇതിനവരെ ന്യായീകരിക്കുകയാണ്. അതായത് പറയുന്നത് ഉം, ഒരു കുട്ടീനെ വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള നിയമം ഒരു മതഗ്രന്ഥം എഴുതി വെച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതെ. പിന്നെ അതിനെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഉം, അതാണ് ഇപ്പൊ മതം ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാതിരിക്കുക അതൊക്കെ ഓരോരുത്തരെ സമാധാനം അതെങ്ങനെ വെച്ചാൽ ചെയ്തോട്ടെ. ഉം. പക്ഷെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ഓപ്പൺ ആയിട്ട് മൈൻഡഡ് ആയിട്ട്. ഉം, കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഉം. ഇപ്പം ഉമ്മുക്കുൽസുവിന് ഇപ്പൊ പാസ്റ്റ് സെൽഫ് എന്ന് വെച്ചാൽ ഉമ്മുക്കുൽസുവിന്റെ ചെറുപ്പകാലത്തിലെ സെൽഫിനോട് എന്തെങ്കിലും പറയാൻ ഉണ്ടായ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും പറയാ അവളോട്? ഉം, ഇതുപോലെ പേടിച്ചിട്ടുണ്ട്. ഉം, ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഉം, ജീവിച്ചു കുറെ കാലം. ഉം, അതൊന്നും ഇല്ലാതെ കുറച്ചും കൂടെ ഒക്കെ സ്മാർട്ടായിട്ട് ഉം, നമുക്ക് വേണ്ടി ജീവിക്കാമായിരുന്നു എന്ന് പറയാം. ഉം. അതുപോലെ ഇപ്പം ഈ ബ്ലൈൻഡ് ഒബീഡിയൻസ് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ അടിച്ചമർത്തുമ്പോൾ ഈ ബ്ലൈൻഡ് ഒബീഡിയൻസ് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ക്രിസ്ത്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫിഗറിന് എടുക്കും. മുഹമ്മദ് നബി അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആണെങ്കിലും മറ്റേ മതപണ്ഡിതരാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും അവരുടെ ഒക്കെ ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ്. അവരെന്താ പറഞ്ഞേ, വെള്ളം തൊടാതെ വിഴുങ്ങുക. അപ്പം ആ ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ് നിർത്തിക്കാനായിട്ട് ഗേൾസിനോട് എന്താ പറയാനുള്ളത്? ബ്ലൈൻഡ് ഒബീഡിയൻസ് നിർത്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഇതാണ്. നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉം, വളരെ കുഞ്ഞില് ഉം, നമ്മളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സംസാരിച്ച് തുടങ്ങുന്ന ഒരു കുട്ടിക്ക് അറിയാം അള്ളാ, നബി, ഉം, എവിടെ ഉമ്മ, എവിടെ ഉപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ABCD പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം ഉം, പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നുള്ള ഉം, നിലക്ക് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഉം, നമുക്കെല്ലാം എല്ലാം ഫോക്കസ്, എല്ലാത്തിനും ഉം, മാതൃകയായിട്ടുള്ള ഉം, ഒരാളുണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാം ഉം, തികഞ്ഞൊരു മനുഷ്യനാണെന്നാണ്. ഉം, എല്ലാം തികഞ്ഞ് അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ ഉം, കാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഉം, അപ്പോൾ അതത്രയും ശരി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. അതിന്റെ അല്ലാണ്ട് ആരും ചിന്തിക്കുന്നില്ല. ഉം, ചിന്തിക്കാനുള്ള അവസരം കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഉം, അതിനുള്ള പ്രായമൊക്കെ ആയി വരുമ്പോഴെങ്കിലും നമ്മൾ കുറച്ച് ഓപ്പൺ ആവണം. ഉം. ചെറുപ്പത്തിലൊക്കെ അത് ബുദ്ധിമുട്ടാണല്ലോ, നമ്മൾ അതെ. അങ്ങനെയാണല്ലോ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മളുടെ ഇത്രയും നേരം സംസാരിച്ചതിലും ഉമ്മുക്കുൽസുവിൻ്റെ ലൈഫിലോട്ട് ഒരു റിഫ്ലക്ഷൻ തന്നതിലും ഒക്കെ താങ്ക് യു സോ മച്ച്. സോ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ. നമുക്ക് കുറേ ആൾക്കാർക്ക് എന്താണ് ഇസ്ലാം എന്ന് പൊളിച്ചു കാട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അതാവുമ്പോൾ പിന്നെ 40 വർഷത്തെ വാലിഡിറ്റി ഉണ്ടല്ലോ. അപ്പോൾ താങ്ക് യു. ബൈ. Okay.